പന്നിയിൽ വരയുണ്ടോണ്ട് ഈ വര നമ്മുടെ ശരീരത്തിൽ ഇല്ലേ, നമുക്ക് മറ്റസുഖങ്ങൾ ശരീരത്തിലുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അതങ്ങനെയല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പോർക്കിന്റെ മേലുള്ള കീടനാശിനി ചത്തു, പോർക്കെന്ന സൂര്യകാന്തി പൂവാ. പക്ഷേ വിശ്വാസികൾക്ക് പ്രശ്നമാണ്. അങ്ങനെ തിന്ന് പറയുന്നത് ശരിയല്ല, എൻ്റെ ദൈവം പറഞ്ഞാണ് ശരി. ഇമാരി LKG അങ്കലവാടിയിലും 1ാം ക്ലാസ്സിലൊക്കെ ഉള്ള പിള്ളേർ പറഞ്ഞാലേ എൻ്റെ അച്ഛൻ സൂപ്പർമാനാണ്, എൻ്റെ അച്ഛൻ പറക്കും, എൻ്റെ അച്ഛൻ കാറെ ചാടി പോകുന്ന ഞാൻ കണ്ടിട്ട്. അത്രയ്ക്കും ബാലിശമായ ചിന്താഗതിയാണോ ഈ മതം പറഞ്ഞു നടക്കുന്നവരുടെ? നിങ്ങൾക്ക് ഇഫ് യു ആർ ഫീലിംഗ് ഗുഡ് ഈറ്റിംഗ് സംതിങ്, ഈറ്റ് ദാറ്റ് ഫുഡ്. ദയവ് അതിലേക്ക് മതം കുത്തിക്കലർത്തരുത്. എൻ്റെ മതത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, അവൻ്റെ മതത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് തിന്നാൻ പറ്റില്ലല്ലോ. കുറേ ദിവസങ്ങളായി നമ്മുടെ നാട്ടിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ച പന്നി കഴിക്കുന്നതിനെ കുറിച്ചുള്ളതാണ്. നമുക്കറിയാം, പന്നി, പോത്ത് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വലിയൊരു പ്രശ്നമാണ്. മതപരമായും രാഷ്ട്രീയപരമായും മിങ്കിൾ ചെയ്തുകൊണ്ടുള്ള ചില പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത്. നമുക്കറിയാം, നോർത്ത് സൈഡിലോട്ടൊക്കെ ഈ പോത്ത് കഴിക്കുന്നതൊക്കെ വലിയ പ്രശ്നമാണ്. അതിൻ്റെ പേര് ആൾക്കാരെ തല്ലിക്കൊന്ന വാർത്തകൾ വരെ നമ്മൾ മുഖ്യധാരാ മാധ്യമങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ വലിയ ചർച്ചാ വിഷയം. അപ്പം കേരളത്തിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, കേരളത്തിൽ എന്തും കഴിക്കാം എന്നൊക്കെയുള്ള രീതിയിലുള്ള സംസാരങ്ങളും കേരള എൻ്റെ ഡിഫറൻറ്റ് പന്ന് പോലെ പോത്ത് കഴിക്കുന്നതാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. വാർത്തകളിലൊക്കെ സംസാരങ്ങൾ കേൾക്കാറുണ്ട്, സോഷ്യൽ മീഡിയയിലൊക്കെ സംസാരങ്ങൾ കേൾക്കാറുണ്ട്, രാഷ്ട്രീയപരമായ സംസാരങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. പന്നിക്കകത്ത് വരയുണ്ട് എന്ന് എപ്പോഴും ഒരു കൂട്ടം ജനത പറയുന്നത്. പന്നിയിൽ വരയുണ്ടോണ്ട് ഈ വര നമ്മുടെ ശരീരത്തിൽ ഇല്ലേ, നമുക്ക് മറ്റസുഖങ്ങൾ ശരീരത്തിലുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അതങ്ങനെയല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. കഴിക്കേണ്ടവർക്ക് കഴിക്കാം, കഴിക്കേണ്ടാത്തവർക്ക് കഴിക്കേണ്ട. പക്ഷേ ഈ പന്നിയുടെ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കമൻറ്റ് ബോക്സിൽ പൊതുവേ വരുന്നൊരു കാര്യമാണ്, കഴിക്കേണ്ടവർ കഴിക്കട്ടെ, ഞങ്ങളുടെ മതം ഇതിനെ എതിർക്കുന്നില്ലല്ലോ, ഞങ്ങളുടെ മതത്തിലുള്ളവരോടല്ലേ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് വാദങ്ങളുമായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. ഈ ഒരു പന്നിയുടെ ഒരു ഫോട്ടോ, പന്നി സംബന്ധമായ എന്തെങ്കിലും വീഡിയോ സോഷ്യൽ മീഡിയ ഉണ്ട്, ആ വീഡിയോയുടെ എല്ലാം താഴെ നമ്മൾ കാണുന്ന സ്ഥിരം കമൻസ് ആണ്. പോത്തിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ ആരും വരാറില്ല കേരളത്തിൽ. നോർത്തിലോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോത്തിൻ്റെ വീഡിയോ ഉണ്ട്, അതിൻ്റെ അടിയിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. മലയാളികൾ പിന്നെ ഇവിടെ പോത്ത് അവരിവിടെ കഴിക്കുന്നുമുണ്ട്, അവരതിനകത്ത് പിന്നെ എല്ലാവരുടെയും പൊതു പ്രശ്നമായതുകൊണ്ട് അവരാരും കമന്റ്. അപ്പം ഈ ഇടയ്ക്ക് ഫിറോസ് പോത്തിനെ നിർത്തി പ്രിപ്പയർ ചെയ്തപ്പം കമൻറ്റ് ബോക്സിലൊക്കെ എല്ലാവരും പിന്നെ ആവശ്യമില്ലായിരുന്നു അങ്ങനെയൊക്കെ ചെയ്ത് ആളുകൾ വിമർശനം വരുന്നുണ്ടായിരുന്നു അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ ആരും അങ്ങനെ തെറി പറഞ്ഞായിട്ട് ഞാൻ കണ്ടില്ല. പക്ഷെ പന്നിയെക്കുറിച്ച് പറയുമ്പം, അല്ലെ പന്നിയുടെ ഭക്ഷണത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ വലിയ പ്രശ്നമാണ്. ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ തന്നെ ചിലപ്പോൾ നീ എന്തിനാണ് ഈ വീഡിയോ പറയുന്നത്, നീ എന്തിനാണ് ഈ പന്നിയെക്കുറിച്ച് സംസാരിക്കുന്നത്, നിനക്ക് വേണേൽ കഴിച്ചാൽ മതിയില്ലേ, നിനക്ക് വേണ്ട നീ കഴിക്കണ്ട, ഞങ്ങളുടെ മതത്തിൽ അങ്ങനെ പറയുന്നുണ്ട്, അത് ഞങ്ങളോടല്ല നിന്നോടല്ലല്ലോ പറയുന്നത്, നീ ആരാ ഇതിനെക്കുറിച്ച് സംസാരിക്കുക, നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി. ഇങ്ങനെ രൂക്ഷമായ രീതിയിൽ കമൻറ്റ് ബോക്സുകളിൽ വരുന്ന ആൾക്കാരുണ്ട്. ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ വീഡിയോ ഇടുന്നത് ടോപ്പിക് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. പിന്നെ ഈ ടോപ്പിക് ഇപ്പം കറങ്ങാനുള്ള റീസൺ 2 വ്യക്തികളാണ് ഞാൻ ഇവിടെ കൊടുക്കാം. ഒരു വ്യക്തി പറയുന്ന പന്നി പ്രശ്നമാണ്, ഒരു വ്യക്തി പറയുന്ന പന്നി കുഴപ്പമില്ല. ഈ 2 വ്യക്തികൾക്കകത്ത് ആര് പറയുന്നതാണ് കറക്റ്റ് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ശരിക്കും ഒരു പ്രതികരണം അല്ല. ഇത് പ്രതികരിക്കേണ്ട, ഞാൻ പറഞ്ഞില്ലേ, മെജോറിറ്റി ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത് പറഞ്ഞതിൽ വലിയ കാര്യമൊന്നുമില്ല, ഇങ്ങനെ വെറുതെ നല്ല വ്യൂ കിട്ടും. പന്നി മതം, പശു മതം, അല്ലെങ്കിൽ ഭക്ഷണം, ഈ വക സാധനങ്ങൾ തന്നെയൊക്കെ ഇപ്പോൾ ഈ എന്താ പറയുക, ഇൻഫ്ലമേഷൻ മാറ്റണ ഡ്രിങ്കുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം, ഹെൽത്തി ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിവിടെ പന്നി, പശു, മതം, രാഷ്ട്രീയം ഇതിങ്ങനെ കണക്റ്റഡ്. ഇത് ഈ ജീവജാലത്തിൻ്റെ ഒരു ഫോട്ടോ കണ്ടാൽ അവിടെ മതം വന്നു ചാടും കമൻറ്റ് ബോക്സിൽ, അല്ലെ രാഷ്ട്രീയം വന്നു ചാടും. ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ നടക്കുന്നത്. അത് എന്താണ് കേൾക്കാൻ പോലും തയ്യാറില്ല, അങ്ങ് ചാടിക്കേറി കടി തുടങ്ങും കമൻറ്റ് ബോക്സിൽ വന്ന്. പിന്നെ അങ്ങോട്ട് തന്തയ്ക്ക് വിളി, തള്ളയ്ക്ക് വിളി, പിന്നെ മതപരമായ വിമർശനങ്ങൾ, അവരുടെ മതം നമ്മളിലോട്ട് അടിച്ചേൽപ്പിക്കുക, ഞങ്ങളുടെ മതം ഇങ്ങനെയാണ് അങ്ങനെയാണ്, അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പുള്ളി പറഞ്ഞാൽ കറക്റ്റാണ്. ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ കയറി നോക്കാൻ ആൾക്കാരുണ്ട്, വ്യൂ കൂടുതലാണ്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പന്നി, പോത്ത്, പശു കമൻറ്റ് ബോക്സിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ വരുന്നത് മതപരമായ കമൻസ് ആണ്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. കഴിക്കേണ്ടവർ കഴിക്കട്ടെ, കഴിക്കേണ്ടാത്തവർ കഴിക്കണ്ട. അതിൻ്റെ ഗുണങ്ങളും ദോഷവശങ്ങളും മാത്രം ചിന്തിക്കുക, അല്ലാതെ മതം ഇങ്ങനെ പറഞ്ഞു, മതം അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആരിലോട്ട് അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു മതം പന്നിക്ക് വിരുദ്ധത, ഒരു വിഭാഗം പശുവിന് വിരുദ്ധത, പിന്നെ ഇനി മറ്റൊരു വിഭാഗം കോഴിക്കും, വേറൊരു വിഭാഗം മീന് വിരുദ്ധത, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് നോൺ തിന്നാൻ മേലാത്തൊരവസ്ഥയിലെടുത്ത്. എന്ത് ഭാഗ്യം കൊണ്ട് കോഴിക്കും മീനും ആരും. പക്ഷെ മീൻ കഴിഞ്ഞ ഇടയ്ക്ക് കൊൽക്കട്ടയിൽ മത്സ്യത്തെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം വന്നിരുന്നത് ഒരു 6 months ബാക്ക്. പക്ഷെ അത് അധികം പൊങ്ങില്ല, മത്സ്യം ദൈവം എന്നൊരു കോൺസെപ്റ്റിലോട്ട് വന്നായിരുന്നു. പിന്നെ കോഴി ആരും ദൈവമാക്കിയിട്ടില്ല, എന്താണെന്നറിയത്തില്ല. മുമ്പോട്ടുള്ള കാലഘട്ടമെങ്കിൽ ഈ നമ്മുടെ കോഴിയും മത്സ്യവും ചിലപ്പോൾ നമുക്ക് അന്യം നിന്ന് പോകാൻ സാധ്യതയുണ്ടോ എന്ന് പറയാൻ പറ്റില്ല.
അങ്ങനെയായാലും മുമ്പോട്ട് ആശയമായിട്ട് വന്നാൽ പെട്ടുപോകും. കഴിക്കുന്ന സാധനങ്ങളിൽ നമ്മൾ വിരുദ്ധത വെക്കാതിരിക്കുക. അപ്പം നമ്മുടെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കട്ടെ, അതിന് ആൾക്കാരെ എന്തിനാണ് ബ്ലോക്ക് ചെയ്യുന്നത്? ചിലർ വന്ന് കമന്റ് ബോക്സിൽ വന്ന് അങ്ങനെയാണ് ഇങ്ങനെ മോശമാണ് ഞങ്ങൾ കഴിക്കലെന്ന് പറയില്ല, അതിനകത്ത് ഇങ്ങനെയുണ്ട് ഭക്ഷണം അങ്ങനെയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ കഴിക്കാതെ, അതുകൊണ്ട് ഞങ്ങൾ ആരോടും കഴിക്കില്ലെന്ന് പറയുന്നത്. എൻ്റെ പല സുഹൃത്തുക്കൾ പറയാറുണ്ട് എന്നോട്, പന്നി കഴിക്കരുത്, നിങ്ങൾ പന്നി കഴിക്കില്ലേ, പന്നി ഞങ്ങളുടെ മതത്തിൽ പന്നി പാടില്ല, അത് കഴിക്കില്ല, അത് പ്രശ്നമാണ്. ഞാൻ പറഞ്ഞ സുഹൃത്ത്, ഞാൻ ചെറുപ്പം മുതലേ കഴിക്കുന്നതാണ്, ഞാൻ പലപ്പോഴും പറയുന്നു. അപ്പോൾ ഓ നിങ്ങളൊക്കെ പന്നി കഴിക്കുന്നവരല്ലേ? ഇവിടെ ഞാൻ പറഞ്ഞു, ഞാൻ കഴിക്കുന്നതാണ്, ഞാൻ ചെറുപ്പം മുതൽക്ക് കഴിക്കുന്നത്, അതിനകത്ത് വിരുദ്ധതയോടെ എനിക്കറിയത്തില്ല, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നില്ല. എനിക്ക് കംഫോർട്ടബിൾ ആയിട്ടുള്ള ഭക്ഷണമാണ് ഞാൻ കഴിക്കുന്നത്, നിങ്ങൾ കഴിക്കണ്ടേ എന്ന് ഞാൻ പറയാറുണ്ട്. എന്നാലും വീണ്ടും ഭക്ഷണം കഴിക്കുമെന്ന് പന്നി കണ്ടു കഴിയുമ്പോൾ ഇയാളത് കഴിക്കുകയില്ല, നമ്മളെ കൊണ്ട് കഴിപ്പിക്കുകയില്ല. അത് വല്ലാത്തൊരവസ്ഥയാണ്. എന്നാൽ ഇയാൾ പോത്ത് കാണുമ്പോൾ ചാടി വീടുന്നതും കാണാം. അപ്പം ഞാൻ പുഴുക്കളെ കഴിക്കാൻ പോകല്ലേ, നമുക്ക് ചൈന മലേഷ്യയിൽ പുഴു ആട്ടുകളും അത് കഴിക്കുന്നവരുണ്ട്, കഴിച്ചോട്ടെ, നമുക്ക് അതിനെന്താ പ്രശ്നം ഇരിക്കുന്നത്? എനിക്ക് പിന്നെ മതം ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു കാര്യം പറയാറില്ല. എൻ്റെ മതം ഇങ്ങനെ പറഞ്ഞു, എൻ്റെ മതത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ പറയാറില്ല. എന്താണെങ്കിലും നമുക്ക് വീട്ടിൽ കിടക്കാം. ഇങ്ങനെ ഒരു സാധനം പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ ഒരു ഭീതി വ്യാപാരം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഷെയർ പോവും, ഭയങ്കരമായിട്ട് ലൈക്ക് കിട്ടും. ഓക്കെ, അത് സോഷ്യൽ മീഡിയയിൽ ഉള്ള ഒരു സാധനമാണ്. അതിൻ്റെ അതോറിറ്റിയെ മറ്റുള്ള കാര്യങ്ങളൊന്നും നോക്കാൻ കുറേ ആളുകൾക്ക് സമയമില്ല. കേട്ടത് വാതി കേൾക്കാത്തത് വാതി ഓടി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ട് മൂലക്കുരുവിന് ഒറ്റ ഗുളിക കഴിച്ച മൂലക്കുരു മുഴുവൻ മാറുന്നു പറഞ്ഞു. ആളുകൾ കാണുക, ഷെയർ ചെയ്യാൻ 10 രൂപ 10,000 ആളെ വന്നിട്ട് മേടിച്ചിട്ട് പോണ്, മറ്റൾക്ക് 10 രൂപ കിട്ടുന്നത്. ഈ മൂലക്കുരുവിൻ്റെ മരുന്നൊക്കെ പറയുമ്പം എനിക്കും പണ്ട് ഷെയർ ചെയ്ത് ആരൊരു സുഹൃത്ത് അയച്ച, ഞാൻ നോക്കിയപ്പോൾ എന്തൊക്കെയോ നമ്മൾ ഈ പറയുന്ന ഒറ്റമൂലികളൊക്കെ കറക്റ്റാണോ അറിയാൻ മേലതൊക്കെ എടുത്ത് പ്രയോഗിക്കും. അതൊക്കെ ഭാഗ്യപരീക്ഷണമാണ്. പിന്നെ എല്ലായിടത്തും നോക്കിയിട്ട് ഒന്നും നടക്കുന്നില്ലെങ്കിൽ വേണമെന്നുണ്ട് ഒരു പരീക്ഷണം നടത്താനെങ്കിൽ നടത്തുക. അല്ലാതെ നമ്മൾ ഒറ്റമൂലി എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ആദ്യം തന്നെ ഒരു പരീക്ഷിക്കുന്നത്, അല്ലെ ആയുർവേദ ഹോസ്പിറ്റലുകളിലൊക്കെ ചെന്ന് മെഡിസിൻ എടുക്കുക. ഒറ്റ നിൽക്കുന്ന ഒരവസ്ഥയിൽ അങ്ങനെ വല്ലതും എന്നാലും ഞാൻ ട്രൈ ചെയ്യലെന്നേ പറയുള്ളൂ. അതാണ് റിസ്ക് ഫാക്ടേഴ്സ് ഒത്തിരി ഉണ്ട്. കാലഘട്ടം എത്രയും അഡ്വാൻസ്ഡ് ടെക്നോളജി ഉള്ളൊരു കാലഘട്ടത്തിൽ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുക എന്ന് പറയുമ്പോൾ ആരും കേട്ടാൽ തന്നെ എന്ത് വിചാരിക്കും? അത് നിങ്ങൾക്ക് പൊട്ടനാണെന്ന് ചോദിക്കും. ഒരാളൊരു കാര്യം പറയണത് ശരിയാണോ എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കരുത്. ഞാൻ പഠിച്ചതിന് തെറ്റുണ്ടാവാം, ഞാൻ അറിഞ്ഞുകൊണ്ടൊരു നുണ പറയില്ല. പക്ഷെ നിങ്ങൾ ഒരാളിനെയും വിശ്വസിക്കണ്ട. നമ്മൾ ഒരുപാട് ഡാറ്റ കളക്ട് ചെയ്യുകയാണ്, എന്നിട്ട് നമ്മളിലും കൂടെ ഈ സാധനത്തിനെയൊക്കെ വെച്ച് അനലൈസ് ചെയ്ത് നോക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീഡിയോ നോക്കിയിട്ട് ഈ വീഡിയോ എങ്ങനെയാണ് മനസ്സിലാക്കുക, അതിൽ തെറ്റുണ്ടോ ഫാക്ട് ഇന്ന് വളരെ ഈസിയാണ്. അപ്പോൾ അതാണ് കേട്ടോ ഇന്ന് പറയാൻ പോണത്. പെട്ടെന്ന് പറഞ്ഞു പോകാം നമുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇൻസ്റ്റാഗ്രാം വീഡിയോ എങ്ങനെ നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാന്നുള്ളതാണ്. ആദ്യം നമുക്ക് ആ വീഡിയോ കാണാം. അപ്പോൾ ആ വീഡിയോ ചെയ്ത ചേട്ടാ, ഞാൻ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ സൈഡിൽ കാണിച്ചു പോകണ്ടിട്ട വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്റ്റ്, നിങ്ങളെന്നെ എന്താ പറയുക, ഒരു ഇതിലും കളിയാക്കാനോ ഒന്നുമല്ല. നിങ്ങൾ പറഞ്ഞതിൽ അശാസ്ത്രീയതയുണ്ട്, അശാസ്ത്രീയതയാണ് നമ്മളിതിൽ കാണിക്കാൻ പോണേ. അതിനേക്കാൾ ഉപരി ഈ പറഞ്ഞ പോലെ ആളുകൾക്ക് അത് എങ്ങനെയാണ് ക്രോസ് ചെക്ക് ചെയ്യുക എന്നുള്ളതുമാണ് കേട്ടോ. സോ ഐ എം ജസ്റ്റ് യൂസിങ് നിങ്ങളുടെ വീഡിയോ. താങ്ക് യു. മുസ്ലിംസ് പന്നി കഴിക്കാത്തത് റിലീജിയസ് പ്രോഹിബിഷൻ ഉള്ളത് കൊണ്ടാണ്. മുസ്ലിംസ് പന്നി കഴിക്കാത്തത് റിലീജിയസ് പ്രൊഹിബിഷൻസ് ഉള്ളത് കൊണ്ട് ആണെന്നാണ് പറയുന്നത്. ഇത് പ്രതികരണമൊന്നുമല്ല, ഇത് എൻ്റെ ഈ ഒരു തോട്ടിനെ കുറിച്ചിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായമാണ്. മുസ്ലിംസ് പന്നി കഴിക്കാത്തത് റിലീജിയസ് ആയിട്ടുള്ള പ്രൊഹിബിഷനാണ്. ആരാണ് ഈ മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ മറ്റേ മനുഷ്യനിലൊന്നും പെടാത്ത ഏതോ ഒരു സ്പീഷീസ്, നിയാണ്ടർത്തൽസ്. ഹിന്ദു എന്ന് പറയുന്നത് ഹോമോസാപ്പിയൻ ആയിരിക്കാം, ഇനി ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ഉറാങ്ങൂട്ടാൻ, മറ്റേത് ജൈനൻ എന്ന് പറയുന്നത് മറ്റേ ചിമ്പൻസി, മറ്റേത് എന്താ ഇത് 2025. നിങ്ങൾ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുസ്ലിംസിന് പാരസെറ്റമോൾ വേറെ ഉണ്ടോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മരുന്ന് തരുന്നുണ്ടോ? എല്ലാവർക്കും ഒരു മരുന്നല്ലേ? നിങ്ങൾ എല്ലാ മനുഷ്യരും കഴിക്കുന്നത് ഒരു ഭക്ഷണം തന്നെയല്ലേ? നിങ്ങൾ ഈ ഒരു ഭക്ഷണം വേണ്ട എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കഴിക്കരുത് എന്ന് പറയുമ്പോൾ മറ്റുള്ള ആൾക്കാർക്കും ആ പ്രശ്നം ഉണ്ടോ ഇല്ലയെന്ന് നമ്മൾ നോക്കണമല്ലോ. ഇത് ഏതോ വേറെ സ്പീഷീസിന് പെട്ട എല്ലാ മതവും ഇതാണ് ചെയ്യുന്നത്. മതം ഭക്ഷണം പ്രൊഹിബിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പോത്തിനെ കഴിക്കില്ല, പന്നിയെ കഴിക്കില്ല, അത് തെറ്റാണ് എന്ന് ചിലർ വന്ന് അവർ പറഞ്ഞോളൂ. ഞങ്ങളുടെ ആൾക്കാരോടല്ല പറയുന്നത്, നിങ്ങളോടല്ലല്ലോ പറയുന്നതെന്ന് പറയും ചിലർ. നമ്മുടെ കമൻറ്റ് ബോക്സ് നമ്മൾ വീഡിയോ ഇടുമ്പോൾ, പക്ഷേ ഇവർ ഈ പറയുന്ന ഇവരുടെ ആൾക്കാർ തന്നെ വന്ന് നിങ്ങളത് ചെയ്യല്, അങ്ങനെ ചെയ്യല്, ഇങ്ങനെ ചെയ്യല്. ഒരു വീഡിയോ ഉണ്ട്, ആ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഈ പറഞ്ഞ ടോപ്പിക്കുകൾ ഏതൊരു മൃഗത്തിൻ്റെ ടോപ്പിക്കാണ്, ഈ ടോപ്പിക്കിൻ്റെ ഓഡിയോ വന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇവർ ഈ യൗവനത്തിൽ തന്നെ വാർദ്ധക്യം ബാധിച്ചിട്ട് മറ്റുള്ളവരോട് തങ്ങളുടെ മതപരമായ വിശ്വാസം, രാഷ്ട്രീയപരമായ വിശ്വാസങ്ങളൊക്കെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്താണ് ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ പോലും
വീഡിയോയുടെ ഹെഡിങ് കാണുമ്പോൾ തന്നെ വീഡിയോയുടെ തുടക്കത്തെ 1 മിനിറ്റ് കേട്ടിട്ട് എനിക്ക് സമയമില്ല, എന്നാലും ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ ശരിയാകത്തില്ല. ഇങ്ങോട്ട് രണ്ടെണ്ണം പറയണം, എന്താണെന്നുള്ളത് കേൾക്കാൻ പോലും. എൻ്റെ മതത്തെ അവൻ പറഞ്ഞു, എൻ്റെ വിശ്വാസത്തെ അവൻ എതിർത്തു. എന്തുവാടേ ഇതൊക്കെ? ഒന്നെങ്കിൽ നിങ്ങൾ വീഡിയോ മൊത്തം കേൾക്കുക. ഇവിടെ ഒരു പോത്തോ അല്ലെങ്കിൽ ഒരു പന്നി ഇത്രമാത്രം കത്തേണ്ട ആവശ്യമില്ല. മനുഷ്യന് കഴിക്കാനുള്ള വസ്തുക്കളാണ് ഇതൊക്കെ. ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള അവകാശമുണ്ട്. അവിടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാതെ നമ്മളിപ്പം വേറൊരു രാജ്യത്ത് ചെന്നിട്ട് ആ രാജ്യത്ത് ഇന്ന ഭക്ഷണം ഹറാം അല്ല ഇന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പോയി നമ്മളത് കാണിക്കാൻ പാടില്ല. നമ്മൾ ആ രാജ്യം പറഞ്ഞിരിക്കുന്ന റെസ്ട്രിക്ഷൻസിൽ നിന്നുകൊണ്ട് നമുക്കവിടെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കവിടെ തൊഴിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പറഞ്ഞ റെസ്ട്രിക്ഷനിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി. നമ്മളോട് നിങ്ങൾ കഴിച്ചു, ഇന്ന ഭക്ഷണം കഴിച്ചു, ഇന്ന വസ്ത്രം ധരിച്ചു എന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ റൈറ്റാണ്. കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് സംസാരിക്കുമ്പം അതിനിത്ര മാത്രം വൈകാരികമായി വന്ന് ചിന്തിക്കുകയും വൈകാരികമായ കമൻറ്റ് ബോക്സിൽ ഇടുകയും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചിട്ട് പോവുകയും ചെയ്യുന്ന കമൻറ്റോളീസ് ആയിട്ടുള്ള മതവിശ്വാസികളോടെ ഞാൻ പറയുന്നത്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരെ വന്ന് തെറി പറയുന്നത്? അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഈ മതവിദ്വേഷങ്ങളൊക്കെ ഇവിടെ ചിന്തിക്കുന്നത്, ഇതൊക്കെ ഭക്ഷണം, ആഫ്റ്റർ ഓൾ ഫുഡ്. ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ അങ്ങനെ ചിന്തിച്ചാൽ മതി. ഇതിനൊന്നും അതിനകത്ത് മതം കലർത്തേണ്ട ആവശ്യമില്ല, രാഷ്ട്രീയം കലർത്തേണ്ട ആവശ്യമില്ല. ഒരു ഫുഡ്. ഇങ്ങനെയുടെ പഴയ വീഡിയോയിൽ ഇങ്ങനെ ഈ പന്നിയെക്കുറിച്ച് പറഞ്ഞതിൻ്റെ അതൊക്കെ അടി വന്ന് കമൻ്റ് ഇടുന്നവരെ കാണും. ഭയങ്കരം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഞങ്ങളുടെ മതത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ മതത്തിൽ ഞങ്ങളുടെ മതം എങ്ങനെയാണ്, ഞങ്ങളുടെ മതം അങ്ങനെയാണ്, ഞങ്ങളുടെ മതം ഇങ്ങനെയാണ് പോകുന്നത്. എങ്ങോട്ടെല്ലാം പോവുകയോ ചെയ്യുകയോ എന്തെല്ലാം ചെയ്യും, എന്തിനാണ് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വരുന്ന? എന്നിട്ട് ഇതിന് മറുപടി കൊടുക്കുന്ന ഏതിലും വീഡിയോ ഇടുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? നിങ്ങളോടല്ലല്ലോ പറഞ്ഞത്. നിങ്ങൾ എന്തിനാണ് ഇതിൻ്റെ അകത്തൊരു ടോപ്പിക് ഇട്ട്? നിങ്ങൾക്ക് വ്യൂ കിട്ടാനായിരിക്കും അല്ലേ? അല്ലെ നിങ്ങൾക്ക് ടോപ്പിക് ഇതാണല്ലോ, ഇത് പറയുമ്പോഴാണല്ലോ കയറുന്നത്. 2025 ജീവിക്കുന്നുള്ളൊരു കോമൺ സെൻസ് അറ്റ്ലീസ്റ്റ് എല്ലാം വേണം. എന്നിട്ട് സംസാരിക്കുക. കാര്യം അതിൻ്റെ മുകളിൽ കെട്ടി വെച്ചിട്ട് ഇന്ന ആൾക്ക് ഇന്ന ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഇത് കഴിക്കാൻ പറ്റില്ല. എന്താ കാരണം ഒന്നും അറിയില്ല, കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മളാരായി? അതതിൽ ഏറ്റവും വലിയ രസം. ഇപ്പോൾ ഇവർ വരുന്ന ഒരു കമ്മ്യൂണിറ്റി ആരെങ്കിലും ആവട്ടെ, ഞാൻ ഒരു മതത്തിന് എടുത്ത് പറയണമല്ല, ഒരു കമ്മ്യൂണിറ്റി പറയുകയാണ് ഈ സാധനം കഴിക്കരുത്, അത് ഇന്ന പ്രശ്നമുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ പച്ചമലയാളത്തിൽ പറഞ്ഞ ഊമ്പന്മാരായി, മുളക് ഊമ്പന്മാർ. അണ്ണൻ എന്ത് ചെയ്തു? അണ്ണൻ എന്താ ആദ്യം നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തന്നു, പോർക്കിനെ തന്നു, പശുവിനെ തന്നു, ഇതിനെ തന്നു, ഇതിനൊക്കെ തിന്നോളം പറഞ്ഞു അല്ലേ? നമുക്ക് എല്ലാ ജീവിക്കും ആ ജീവിക്ക് കഴിക്കേണ്ട ഭക്ഷണം എന്താണെന്ന് കൃത്യമായിട്ട് അറിയാലോ. പശു പോയിട്ട് പുല്ല് തിന്നുമ്പോൾ ഏത് പുല്ല് തിന്നണം, ഏത് പുല്ല് തിന്നണ്ടെന്ന് കൃത്യമായിട്ട് അറിയാം പശുവിന്. എല്ലാ ജീവിക്കും അറിയാം. അങ്ങനെ നമ്മൾ മനസ്സിലാക്കി എടുത്ത കാര്യമാണ് പന്നി. ഇതൊക്കെ നമ്മുടെ ജീനോമിൽ കോഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ എന്താ തിന്നണ്ടേന്നുള്ളത് അത് നമുക്ക് തിന്നാൻ തോന്നണേ. അല്ലാത്ത ഭക്ഷണം കഴിക്കൂ, പുളിക്കൂ, നമ്മളത് തൊടില്ല. അത് നമുക്ക് പന്നി കഴിച്ചപ്പോൾ നന്നായിട്ട് തോന്നിയിട്ടുണ്ട്, നമുക്ക് ശരീരത്തിലേക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, അത് കിട്ടി. അപ്പോഴേക്കും മറ്റൊന്ന് തിരിച്ചറിഞ്ഞു, അയ്യോ പന്നി കഴിച്ച കുഴപ്പമാണ്. അപ്പോൾ തന്നെ പുള്ളി ഉണ്ടാക്കിയ പരിപാടി തീർന്നുട്ടാ. പുള്ളി ഉണ്ടാക്കിയാലും മണ്ടത്തരം പറ്റിയതുകൊണ്ടാണ് നമുക്ക് തിന്നപ്പോൾ പുലിവാലുണ്ടായത്. അത് പുള്ളി അംഗീകരിക്കില്ല. പുള്ളി ആളെന്നെ അയച്ചിട്ട് എന്ത് പറഞ്ഞു? അതെ, ഒരു കുറച്ച് ആൾക്കാരോട് ഇതൊക്കെ പറയണേ, മുഴുവൻ ആൾക്കാരോട് പറയുന്നില്ലേ, കുറച്ച് ആൾക്കാരോട് നിന്നിട്ട് പറയാണ് പന്നി കഴിക്കരുത്, പന്നി കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് കാരണമായിരിക്കാം. അപ്പം നമ്മളോട് കുറച്ച് ആൾക്കാരോട് പറഞ്ഞു നമ്മൾ പന്നി തീറ്റ നിർത്തി. മറ്റാൾക്കാർ മുഴുവൻ പന്നി കഴിക്കുന്നുണ്ട്, അവർക്ക് ഇട്ട് യാതൊരു കുഴപ്പമില്ലേനും. എന്നാൽ ആ പന്നീനെ ഇത്രയ്ക്ക് കഴിവുള്ള മനുഷ്യനാണ്, ഒരു സ്വിച്ച് ഓൺ ആക്കിയാൽ മതി ഇല്ലേ? ഒരു സ്വിച്ച് ഓൺ ആക്കിയിട്ട് എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഈ പന്നിയുടെ മുകളിൽ ഇത്രയ്ക്ക് മാത്രം പുലിവാലുള്ള എന്തെങ്കിലും ഒരു സാധനം ഒഴിവാക്കുക. ആ സാധനം അല്ലേ അണ്ണന് നിമിഷ നേരം കൊണ്ട് ഈ സാധനം ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ കോഴിക്ക് ഒരു ശാന്തി കിട്ടും ഇല്ലേ? ഓളുടെ കോഴിക്ക് ഒരു ശാന്തി കിട്ടും. കാരണം ആ പന്നീനെ നമുക്ക് തിന്നാൻ കിട്ടും. തീട്ടം വരെ തിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോട്ടീനാക്കാൻ കഴിവുള്ള ജീവിയാണ് പന്നി. ദെൻ ഇറ്റ്സ് എ ഗുഡ് തിങ് നോ? ഈ മാതിരി ദാരിദ്ര്യം അലയടിക്കുകയാണ്. പണ്ടത്തെ കാലത്ത് അരിയില്ല, ഭക്ഷണമില്ല, ഒരു സാധനമില്ല, ഇമാതിരി പോവർട്ടി അല നടക്കുന്ന സമയത്ത് ഒരു സ്വിച്ച് ഓൺ ആക്കിയിട്ട് ഇവൻ്റെ ഈ പ്രശ്നങ്ങൾ മാറ്റി കൊടുത്ത സകലമാന ആൾക്കാർക്കും ചീപ്പായിട്ട് പ്രോട്ടീനും ഫാറ്റും കിട്ടുന്ന ഒരു സാധനമാണ് പന്നി. അത് ചെയ്താൽ മതി. അത് അണ്ണൻ ചെയ്തിട്ടില്ല. അണ്ണൻ എന്ത് മുടക്കാനായിട്ട് നിൽക്കുകയാണ്. നമ്മളെ ഇങ്ങനെ മുടക്കിപ്പിക്കുക, എന്നിട്ട് നമ്മുടെ അടുത്ത് പറയാണ് നിങ്ങൾക്ക് സ്വർഗം കിട്ടില്ല, നരകം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എന്തുണ്ടാവും? ഒരു 10-50,000 ആൾക്കാർക്ക് സ്വർഗം, ബാക്കി ഈ 7.2 ബില്യൺ ആൾക്കാർ നരകത്തിൽ കിടന്ന് റോസ്റ്റ് ചെയ്യുക. നല്ലവനായ ദൈവം, നമ്മളെന്നെ സ്നേഹപൂർവ്വം നമ്മുടെ അപ്പൻ നമ്മളെന്നെയൊക്കെ ചുടുക നിന്നിട്ട് എന്താ അവസ്ഥ നോക്കിയാൽ. എന്തിനാ പന്നി നിന്നോ? അതാണ് പ്രശ്നം അല്ല. 2025 ഇതൊക്കെ പറഞ്ഞു കിടക്കുന്നത്. എന്ത് ന്യായത്തിൻ്റെ പുറത്താണ്? ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളത്, ഒരു റിലീജിയനും
ഭക്ഷണത്തിൽ കൈ കടത്തരുത്. ഇറ്റ് ഇസ് എ ടോട്ടലി ഡിഫറെൻറ്റ് തിങ്. ഇവിടെ കോടിക്കണക്കിന് ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ അവസരമില്ലാത്ത സമയത്ത് ലെറ്റ് ദം മീറ്റ് എനിത്തിങ് മാൻ, വാട്ട്സ് റോങ് ഇൻ ഇറ്റ്? ഒരു പ്രശ്നവുമില്ല. സ്വർഗത്തിലേക്ക് പോകാനുള്ള ധൃതിയിലാണ് നമ്മൾ ഇതൊക്കെ ഒഴിവാക്കണേ. ഇതിൻ്റെ പേരിലാണ് തല്ലും നടക്കണേ. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ 25 കോടിയും 50 കോടിയും ഒക്കെ നമ്മൾ ഇങ്ങനെ ബെഗ് ചെയ്ത് നടന്നിട്ട് കാശ് മേടിക്കണേ? ഒരു ചെറിയൊരു അസുഖം മാറ്റാൻ 50 കോടി രൂപ വേണം, നമ്മളെല്ലാവരും ഷെയർ ചെയ്യണം. നമുക്ക് വേഗം ചത്താൽ പോരെ, നമുക്ക് ആത്മഹത്യ ചെയ്താൽ മതി, സ്വർഗത്തിലേക്ക് എത്താലോ വേഗം. നമ്മളെന്തിനു ജീവിച്ച് കഷ്ടപ്പെടണേ? ബാക്കി ജീവിക്കണ കാലത്തോളം നമ്മളെന്ത് ചെയ്യണോ? ഈ പാപം മുഴുവൻ ചെയ്യണം, ഈ പന്നീനെ മുഴുവൻ തിന്ന് നടക്കണം. ഇതിനേക്കൂടൊക്കെ എളുപ്പം നമ്മളാളെ ഇത് ആത്മഹത്യ ചെയ്യുക. അപ്പം നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിലേക്ക് വേഗം ചെല്ലാം, ഈ പാട് പെടണ്ടല്ലോ. ഒരു ശ്വാസം മുട്ടോ 2 വളിയോ കൂടുതൽ പോയാൽ അപ്പം ആശുപത്രിയിലേക്ക് ഓടും നമ്മൾ ഗുളിക കഴിക്കാൻ. അവിടെ ചെല്ലുമ്പോൾ ഒരു മതമില്ല. ഉണ്ടാകും വല്ല മതം ഉണ്ടോ? ഒരു മതമില്ല. ശ്വാസത്തിൻ്റെ ഒരു മർമർ മറ്റേ മോഹൻലാൽ സിനിമയിൽ പോണ പോലെ കേട്ടാൽ നമ്മൾ അപ്പം ആശുപത്രിയിലേക്ക് ഓടിയിട്ട് നമ്മൾ മരുന്ന് സീക്കും. നമുക്ക് ആർക്കും സ്വർഗത്തിലേക്ക് പോകാൻ ഒരു താല്പര്യമില്ല. ഉണ്ട് വെച്ചെങ്കിൽ നമ്മൾ സ്പോട്ടിൽ മരുന്ന് തേടാണ്ട ചത്തേനെ അവിടെ കിടന്നിട്ട് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ വെറുതെ തൊടുന്യായാണ്. ഈ മതം കൂടുതൽ ഇന്നിപ്പോൾ നടക്കുന്ന സോഷ്യൽ മീഡിയ ആണോ കത്തിക്കൊണ്ടിരിക്കുന്നത്. കാലിഫോർണിയ തീപിടുത്തം നടത്തുന്നത്, അതിൻ്റെ അടി വന്ന് ഒരു വലിയ വിഭാഗം മതജനം വന്നത് പറയുന്നത് അവരുടെ വിശ്വാസങ്ങൾക്കെതിരാണ് US-ന്റെ പ്രവർത്തികൾ, ഹമാസിൻ്റെ ഇഷ്യൂ, ഇതൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഭയങ്കര വാഗ്വാദങ്ങൾ നടക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചിലർ വന്ന് മുടിഞ്ഞ് പ്രാകുകയാണ്. നിങ്ങൾ ആ കാലിഫോർണിയയിൽ തീപിടുത്തം ഉണ്ടായ ന്യൂസ് ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ അതിൻ്റെ ലിങ്ക് ഇവിടെ ഇട്ടേക്കാം, കണ്ടു നോക്കാം. അതിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഒന്ന് മുടിഞ്ഞ് പ്രാകുവാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ അമേരിക്കയുള്ള തന്നെ നിങ്ങൾക്ക് വന്ന ശിക്ഷയാണ്. ഇത് മൊത്തം കത്തിപ്പോവും, ഇനിയും കത്തും, ഇനിയും അനുഭവിക്കുകയും കിടക്കുന്നു, നീയൊക്കെ അനുഭവിക്കും, നിങ്ങളൊക്കെ നരകത്തിൽ പോവും, ഇത് ദൈവത്തിൻ്റെ ശിക്ഷയാണ് പോകുന്നത്. ഞാൻ വീഡിയോയുടെ ലിങ്ക് ഇവിടെ ഇട്ടേക്കാം, ടോപ്പിലിട്ടേക്കാം, താല്പര്യമുള്ളവർക്ക് കയറി കാണാം. എന്തൊക്കെയാണ് പറയുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. കാലിഫോർണിയയിൽ തീ കത്തുമ്പോഴും അവിടെ കിടക്കുന്ന മനുഷ്യന് ആ കൂട്ടത്തിൽ മുസ്ലിമുണ്ട്, ഹിന്ദുവുണ്ട്, ക്രിസ്ത്യനുണ്ട്, പഞ്ചാബിയുണ്ട്, പാഴ്സിയുണ്ട്, പല മതക്കാരുണ്ട്, മതമില്ലാത്തവരും കാണും. അവർക്ക് ഈ പറയുന്ന ഇസ്രായേലിലോ അല്ലെന്നുണ്ടെങ്കിൽ ഹമാസിലൊന്നും അവർ വന്നിട്ട് പോലുമില്ല. ചിലപ്പോൾ അവരൊന്നും ആ പൊളിറ്റിക്സിലോട്ടൊന്നും നോക്കാറ് പോലും ഇല്ലായിരിക്കും. ഈ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം വരുമ്പോൾ അവിടുത്തെ ഭരണാധികാരി നമ്മളിപ്പം ബൈഡൻ എഴുന്നപ്പം നടത്തിയ നിലപാടാണോ ഇനി ട്രംപ് ഇരിക്കുമ്പോൾ ചെയ്യുന്ന നിലപാട് വ്യത്യസ്തമായിരിക്കും. പക്ഷേ ഇവർ വന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ദൈവം മുകളിൽ നിങ്ങൾ തീ തുപ്പുക എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുന്നത്. അമേരിക്കയുടെ കാലിഫോർണിയയിലോട്ട് ഇങ്ങനെ തീ ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കുക. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ 2025 ജീവിക്കുമ്പോഴും ഇമാതിരി ചിലർ വന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ എന്നെ മതം പഠിപ്പിക്കുന്നുണ്ട്. നീ ഇസ്ലാമിലോട്ട് പോയി, ഇസ്ലാമാണ് യഥാർത്ഥ മതം, അവിടെ വന്ന് നിനക്ക് ഈ ഭൂമി മുഴുവൻ നശിക്കാൻ പോവുകയാണ്, ആ സമയത്ത് ഞങ്ങളുടെ ദൈവം സ്വർഗരാജ്യത്തോട്ട് ഞങ്ങളെ കൊണ്ടുവന്ന് കൂടെ നിന്നെയും കൊണ്ടാതെ. എടോ, എനിക്ക് സ്വർഗവും വേണ്ട, നരകവും വേണ്ട, എനിക്കൊരു മതവും വേണ്ട, എനിക്കൊരു ദൈവവും വേണ്ട. ഞാൻ ആരുടെയും അണ്ടറിൽ ജീവിക്കുന്ന വ്യക്തിയല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. കമൻ്റ് ഇടാൻ പറ്റുന്നുണ്ട്. ഞാൻ അണിയല്ല, ഭക്തനുമല്ല, ആരാധകനുമല്ല. നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയും. ആരെയും ദ്രോഹിക്കാതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിത്വമാണ്. ഈ അണിയാകുമ്പോഴും ഭക്തനാകുമ്പോഴും ആരാധകനാകുമ്പം നമ്മളൊരു അടിമയായി മാറണം. നിങ്ങൾ ചോദിക്കുക ആരാ ആരാധകൻ? ഞാൻ പറയും, എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതം കാണും, ആ മതത്തിനൊരു നടൻ കാണും, ആ മതത്തിനൊരു രാഷ്ട്രീയം കാണും. അപ്പം ആ മതത്തെ തന്നെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഒരു വിഭാഗം ചേർത്തിയുണ്ട്. ആ മതത്തിൻ്റെ പുരോഹിതന്മാർ, അല്ലെ ആ മതത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ജീവിക്കുന്ന രാഷ്ട്രീയക്കാർ, ആ മതത്തിലെ നടനുണ്ട്, ആ നടനെ ചുറ്റിപ്പറ്റി ദൈവികത പറഞ്ഞ് ആ നടനെ വാഴ്ത്തി അല്ലെ നടനെ രാഷ്ട്രീയ നേതാവാക്കാൻ വേണ്ടി നടക്കുന്ന ഒരു വിഭാഗം ചേർത്ത്. അതാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കുന്നത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം ഞാൻ ആരുടെയും ആരാധകനുമല്ല, ഭക്തനുമല്ല, അണിയല്ല. നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും, അത് രാഷ്ട്രീയമാണെങ്കിലും മതപരമായെങ്കിലും, അതിപ്പം നടൻ്റെ സിനിമയാണെങ്കിലും നല്ലതാണെങ്കിൽ നല്ലതെന്ന് ആഗ്രഹിക്കും. അതിഷ്ടപ്പെട്ട കഥാപാത്രം, നടൻ ചെയ്യുന്ന കഥാപാത്രങ്ങളും എനിക്ക് ആരാധനമുള്ള വ്യക്തിയുടെ ആരാധന കൊണ്ട് ആ വ്യക്തി ഒരു ചീത്തപ്പടം ചെയ്താൽ ഞാൻ കാണുമില്ലല്ലോ, നിങ്ങളും കാണുമില്ലല്ലോ. ഇല്ല. ഈ മതങ്ങൾ റെസ്ട്രിക്ഷൻ വെക്കും, എനിക്കത് ഇഷ്ടമല്ല. മതങ്ങൾ നല്ല കാര്യം പറഞ്ഞ് ഞാൻ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. അതിപ്പം മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും പാഴ്സി ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും ഇനി ഏത് പുതിയതായിട്ടുമില്ല പുതിയ മതങ്ങൾ വരുന്നുണ്ടെങ്കിലും നല്ലത് പറഞ്ഞ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. എന്ന് വെച്ചുകൊണ്ട് ഞാൻ അവരിൽ വിശ്വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യനായിട്ടുണ്ടാക്കിയ ദൈവമല്ലേ, മനുഷ്യൻ്റെ ആ ദൈവത്തിന് വേണ്ടി നമ്മളെ തമ്മിൽ തല്ലുന്ന പലപ്പോഴും.
ഈ ഒരു ഹോസ്പിറ്റലൈസേഷൻ വരുമ്പം ബ്ലഡ് കൊടുക്കാൻ നേരത്ത് ഏത് മതം നോക്കിയിട്ടാണോ? അവയവദാനം നടത്തുമ്പം നമ്മൾ മതം നോക്കിയിട്ടാണോ അവയവം ദാനം ചെയ്യുന്നത്? പിന്നെ ദൈവം രക്ഷിക്കാൻ വരും, ശിക്ഷിക്കാൻ വരും, സ്വർഗം തരും. ആ വയനാട്ടിൽ ആ ഉരുൾപൊട്ടലിൻ്റെ അകത്ത് ഇടിഞ്ഞ് ഭൂമിക്കടിയിൽ ജീവനോടെ കിടക്കുന്ന ആൾക്കാരുണ്ട്. ആ പാവപ്പെടുത്ത പിഞ്ചു കുഞ്ഞുങ്ങൾ അവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ്? അവർ അമേരിക്കയിൽ പോയി ജീവിച്ചുകൊണ്ടാണോ അവർക്ക് ആ ഗതി വന്നത്? അല്ലെ അവർ ഈ ഹമാസിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചതിൻ്റെ പേരിലാണ് അവർക്ക് ആ ഗതി വന്നത്? അവർ ജീവന് വേണ്ടി പറഞ്ഞിരുന്നു. അവിടെ ഹൈന്ദവനും മുസ്ലിമും ക്രിസ്ത്യനും എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ അവരെ രക്ഷിക്കാൻ ഒരു ദൈവവും വന്നില്ല. ഒരു കൂട്ടം ജനത രക്ഷിക്കാൻ രണ്ടും കൽപ്പിച്ച് വന്ന് അവരാണ് ചെയ്തത്. അവരുടെ സമയവും അവരുടെ ജീവനും വെച്ച് കളിച്ചാണ് അവരെ ഒരു പരിധി വരെ ആൾക്കാരെ രക്ഷിച്ചത്. പലരെയും കിട്ടിയിട്ടില്ല ഇപ്പോഴും. അതാണ് സത്യം. അവരുടെ ഉറ്റവരും ഉടയവരൊക്കെ കിടന്ന് കരയും നമ്മൾ വീഡിയോസിൽ കണ്ട്. എന്നിട്ട് പോലും നമ്മൾ പഠിക്കുന്നില്ല. നമുക്ക് മതമാണ് വലുത്. എൻ്റെ മതം, നിൻ്റെ മതം, മറ്റവൻ്റെ മതം, മറിച്ചവൻ്റെ മതം, ഇത് പറയാനല്ലാതെ എന്തെങ്കിലും അറിയാം. ഒരു കമൻറ്റ് ബോക്സിൽ വന്നാൽ തന്നെ എൻ്റെ മതം അങ്ങനെയാണ് പറയുന്നത്, എൻ്റെ മതം ഇങ്ങനെയാണ്, എൻ്റെ മതം നല്ല, നിൻ്റെ മതം ചീത്തയാണ്, മറ്റവൻ്റെ മതം നല്ലതാണ്, നിൻ്റെ മതം ചീത്തയാണ്, മറ്റവൻ്റെ മതം ചീത്തയാണ്, എൻ്റെ മതം നല്ലത്. ഇത് പറയാൻ വേണ്ടി തന്നെ കുറേ ആൾക്കാർ വന്ന് കഷ്ടപ്പെട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് വലിയ പാരാഗ്രാഫ് കണക്കിന് എഴുതുകയായി പഠിപ്പിക്കുക നമ്മളെ അങ്ങോട്ട്. എൻ്റെ മതം എങ്ങനെയാണ്, ആ മതത്തിനെ കുറിച്ച് ഇങ്ങനെ നമ്മൾ പഠിപ്പിക്കുകയാണ്. എന്നെ അങ്ങോട്ട് ചെയ്യണം. നാണയില്ലേ? നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുക അതൊക്കെ വേറെ കാര്യം. അത് നമ്മുടെ ഇഷ്ടം, നമ്മുടെ ഇഷ്ടമില്ലായ്മ. ദയവ് ചെയ്ത് ഭക്ഷണത്തിനെയും മതത്തിനെയും തമ്മിൽ കുത്തിക്കലക്കിയിട്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ആ സാധനത്തിന് നല്ല റീച്ചുള്ളത് കൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയ മുഴുവൻ ഇങ്ങനെ ഇട്ട് വിളമ്പണത്. സോ അതെൻ്റെ ഒരു പ്രതികരണമല്ല, എനിക്ക് പറയാനുള്ളൊരു കാര്യം പറഞ്ഞാണ്. ദയവ് ഇത് നിങ്ങൾ ഭക്ഷണത്തിൽ മതം കൊണ്ട് കുത്തിയലക്കരുത്. ഇവിടെ എല്ലാം ഹോമോസാപ്പിയൻസാണ്, എല്ലാവരും മനുഷ്യരാണ്. അത് നിങ്ങൾ ഏത് മതത്തിൽ നിങ്ങളെ കുപ്പായം അണിയിപ്പിച്ച് തന്നാലും ആ കുപ്പായത്തിൻ്റെ ഉള്ളിൽ നിന്ന് മാറി നിന്നാൽ നമ്മളൊക്കെ എല്ലാവർക്കും ഒരേ രക്തവും ഒരേ സാധനമാണ്. ഉടനെ നിങ്ങൾ ഈ മനുഷ്യന്മാർക്ക് തിന്നണ എല്ലാ സാധനവും നമുക്ക് തിന്നാം. ചില ഭക്ഷണങ്ങൾ നമുക്ക് അലർജിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് ഉണ്ട് വെച്ചിങ്ങനെ ഒഴിവാക്കാം. മതത്തിൻ്റെ പുറത്തല്ല. ഇനി മതത്തിൻ്റെ കാരണം വെച്ചാൽ നിങ്ങൾക്ക് തിന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിന്നണ്ട. അതിന് യാതൊരു സയൻസും ഇല്ല. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പക്ക ഉടായ്പ പുസ്തകം വായിച്ചിട്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അത് ഏത് പുസ്തകമാണെങ്കിലും, ജൈനൻ്റെ ആണെങ്കിലും, ഹിന്ദുവിൻ്റെ ആണെങ്കിലും, ക്രിസ്ത്യാനിയുടെ ആണെങ്കിലും, മുസ്ലിമിൻ്റെ ആണെങ്കിലും പുസ്തകങ്ങൾ മാറാനുള്ള സമയമായി. ഇനി പുള്ളി പറയുന്ന ഓരോ പോയിന്റ്. പക്ഷേ സയൻസ് എന്തുകൊണ്ടാണ് പന്നി കഴിച്ചു കഴിഞ്ഞാൽ നല്ല പണി കിട്ടുമെന്ന് പറയുന്നത്? ഇപ്പോഴേ ആദ്യം മതത്തിൻ്റെ ഒരു സാധനം പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് നേരെ സയൻസിലേക്ക് ചാടി. നല്ല എളുപ്പമായി പരിപാടി. ഇപ്പോൾ അതേ സയൻസിനെയും മതത്തിനെയും ഇവിടെ മുതൽ അനുരഞ്ജനം. ഇത് തന്നെ നോക്കിയാൽ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് കണക്ഷനും ഒരുമിച്ച് വരുമ്പോൾ എടുക്കണ്ട. ഫസ്റ്റ് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞതാണ്. രണ്ടാമത്തെ പോയിന്റ്, ഇങ്ങനെ ഒരു സാധനം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് തലയ്ക്ക് ഒരു സ്കെപ്റ്റിസിസം വന്നിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ തിന്നുന്നുണ്ടല്ലോ, കുറേ ആൾക്കാർ കഴിക്കണില്ല. അതിന് ഇങ്ങനെ ഒരു സയൻസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവുമോ? വരാൻ സാധ്യതയില്ല. നമ്മുടെ ആ ഒരു സംശയാസ്പദമായ നമ്മുടെ മൈൻഡിനെ അവിടെ നിർത്തിക്കൊണ്ട് നമ്മൾ ആ കമൻറ്റ് സെഷൻ ഒന്ന് വായിച്ചു നോക്കുക. കമൻറ്റ് സെഷൻ വായിച്ചു നോക്കുന്ന സമയത്ത് അതിൽ ചിലപ്പോൾ പല അഭിപ്രായങ്ങളും വന്നിട്ടുണ്ടായിരിക്കും. അതാണ് ഏറ്റവും ബെസ്റ്റ് വഴി. അപ്പോൾ അതിൽ ചിലപ്പോൾ ഇല്ല ചേട്ടാ ഇങ്ങനെ സംഗതി ഇല്ല, നിങ്ങൾ പറഞ്ഞത് ശരിയല്ല, ഏത് ഇതിലാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത് എന്നൊക്കെയുള്ള ഒരുപാട് കമൻറ്റുകൾ അതിൽ കാണാൻ പറ്റും. ചില ബുദ്ധി കൂടിയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും, ഈ കമൻറ്റ് സെഷനൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ ഒരു പ്രശ്നവുമില്ല, എല്ലാ നന്മ കമൻറ്റുകൾ മാത്രമേ ഉള്ളൂ വെച്ചെങ്കിൽ തന്നെ ഇനി നിങ്ങളെ വീഡിയോ കാണണ്ട. കാരണം അത് ഒരു പബ്ലിക് ചെയ്തിട്ടുള്ള വലിയ അക്സെപ്റ്റൻസ് ഉള്ള ഒരാളല്ല ചെയ്ത് വെച്ചിട്ട് ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാമെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞു. രണ്ടാമത്തെ സെഷനിലേക്ക് നമ്മൾ അടിയിലേക്ക് വന്ന് നോക്കേണ്ടത് സയൻസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, ഭക്ഷണം കഴിക്കാൻ ഗൂഗിൾ ചെയ്ത് നോക്കുക. അപ്പോൾ സയൻസ് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇല്ല, അങ്ങനെ പന്നി കഴിക്കരുതെന്ന് സ്പെഷ്യലായിട്ട് ഇപ്പോൾ സയൻസ് എവിടെയും പറയണില്ല. ഞങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കോ, നമുക്ക് കറക്റ്റ് കിട്ടിയില്ലേ. അപ്പോൾ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക നമ്മൾ നോക്കുന്ന സമയത്ത് കാണാൻ പറ്റും. ബീഫ്, ചിക്കൻ, പന്നി അല്ലെങ്കിൽ മറ്റ് പല വെജിറ്റബിൾ അടങ്ങുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെ കൃത്യമായിട്ട് അതിൻ്റെ കുക്കിംഗ് ടെമ്പറേച്ചറിൽ വേവിച്ചിട്ടില്ല വെച്ചെങ്കിൽ നമുക്ക് മനുഷ്യന് ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ അലർജിയോ പല സാധനങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ മീറ്റിനും അതിൻ്റെ കുക്കിംഗ് ടെമ്പറേച്ചർ എഴുതിയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ബീഫിനാണെച്ചെങ്കിൽ മീഡിയം റയർ മുതൽ വെൽ കുക്ക്ഡ് വരെയുള്ള ടെമ്പറേച്ചർ. ചിക്കന് ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, ഏറ്റവും കൂടുതൽ ആളുകൾ കൃത്യമായിട്ട് ഭക്ഷണം വേവിക്കാതെ ഇൻഫെക്ഷൻ വന്ന് മരിച്ചിട്ടുള്ളത് ചിക്കനിന്നാ. ചിക്കൻ്റെ അവസ്ഥകൾ നോക്കിയിട്ടുണ്ടോ? പന്നിയൊന്നുമല്ല, ചിക്കനാണ്. നിങ്ങൾ ഈ പറഞ്ഞ നമ്മുടെ ഷവർമ അടക്കം കഴിച്ച് വെക്കണമെന്ന് പറയുന്നതാണ് ഏറ്റവും പ്രോബ്ലം. ഒന്ന് ശ്രദ്ധ തെറ്റിയാൽ കട്ട പണി കിട്ടും. വയറ്റിളക്കം പിടിച്ച് ഛർദ്ദിച്ച് പണി പോകണം. നമുക്കറിയാം ഷവർമയൊക്കെ കഴിക്കുമ്പോഴൊക്കെ പ്രശ്നമുണ്ട്. കാരണം നല്ലതായിരിക്കണം. ഷവർമ മോശമായോണ്ടല്ല, ഉപയോഗിക്കുന്ന ചിക്കൻ
ചിക്കൻ തന്നെ പുറത്ത് എത്ര മണിക്കൂർ കഴിഞ്ഞിരുന്നത്, അപ്പോൾ ഏത് നോണിലും പുറത്ത് സമയത്ത് കഴിഞ്ഞ് കൂടുതലിരുന്ന പ്രശ്നം. വേവാത്ത ചിക്കൻ, കേടായ ചിക്കൻ, ക്രോസ് കണ്ടാമിനേഷൻ ഉണ്ടായ ചിക്കൻ ഭയങ്കര പ്രശ്നമുള്ള സാധനമാണ്. മനസ്സിലായി? അപ്പോൾ ഈ സാധനം എല്ലാം എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? സയൻസ് വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ കുക്കിംഗ് ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ കുക്കിംഗ് ടെമ്പറേച്ചറിൽ നിന്ന് സ്പെഷ്യലായിട്ട് പന്നിക്ക് ഒരു മാറ്റമില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സാധനം അങ്ങനെയാണ് നമ്മൾ ഗൂഗിളുണ്ട്. ഇനി ബാക്കി എന്താ പറയണതെന്ന് നമുക്ക് നോക്കട്ടെ. സാധാരണ മൃഗങ്ങളിലെ ടോക്സിൻസ് പുറത്തേക്ക് പോകുന്നത് മനുഷ്യനെ പോലെ വിയർത്തിട്ടാണ്. പക്ഷെ പന്നിയാണെങ്കിൽ വിയർക്കാറുമില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ ടോക്സിൻസ് ഇതിന്റെ ഉള്ളിൽ തന്നെ കിടക്കും. അടുത്ത പോയിന്റ് പറയുന്നത് സാധാരണ മൃഗങ്ങളിലെ ടോക്സിൻസ് പുറത്തേക്ക് പോണത് മനുഷ്യനെ പോലെ വിയർത്തിട്ടാണെന്നാണ്. അപ്പം നമ്മൾ എന്താ ഗൂഗിൾ ചെയ്യുക? ടോക്സിൻസ് മനുഷ്യൻ റിമൂവ് ചെയ്യണത് സ്വെറ്റ് ഗ്ലാൻസിലൂടെയാണോ? ഒന്നൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയൊക്കെ. മനുഷ്യൻ ടോക്സിൻസിനെ റിമൂവ് ചെയ്യണത് സ്വെറ്റ് ഗ്ലാൻസ് അല്ലെങ്കിൽ നമ്മുടെ വിയർപ്പ് ഗ്രന്ഥികളാലല്ല, ലിവറിനാലാണ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ തന്നെ പൊളിഞ്ഞുകൂടെ വാദം. പന്നിക്ക് അപ്പോൾ സ്വെറ്റ് ഗ്ലാൻസ് ഇല്ല, ശരിയാ. മനുഷ്യന് സ്വെറ്റ് ഗ്ലാൻസ് ഉണ്ട്, പന്നിക്ക് സ്വെറ്റ് ഗ്ലാൻസ് ഇല്ല. അപ്പോൾ പന്നിക്ക് എങ്ങനെയാണ് ടോക്സിൻ റിമൂവൽ നടക്കണേന്നും കൂടി നമുക്ക് ഗൂഗിൾ ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പന്നിക്ക് ടോക്സിൻ റിമൂവൽ അല്ലേ? പന്നിക്ക് ഇപ്പോൾ ചിറകില്ല, ചെകളപ്പൂവില്ല എന്ന് പറയുന്നതിന് തുല്യത്. പന്നിക്ക് പന്നിയുടേതായ രീതിയിലാണ് പന്നി ഉരുവായി വന്നിട്ടുള്ളത്. അപ്പോൾ പന്നിക്ക് പന്നിയുടെ ശരീരത്തിൽ ടോക്സിൻസ് റിമൂവ് ചെയ്യാൻ ഇതേപോലത്തെ സിസ്റ്റം വേറെ ഉണ്ടാവില്ലേ? തൊലിയുടെ ഉള്ളിൽ കൂടെ തന്നെ തൊലിയുടെ ഉള്ളിൽ കൂടെ അല്ലാട്ട് പോണേ. ഞാൻ പറയാ എങ്ങനെ പന്നിക്ക് പുറത്തേക്ക് പോകണ്ടോ, ഇതേപോലെ തന്നെ ലിവറിൻ്റെ ഉള്ളിൽ കൂടെ ഗൂഗിൾ ചെയ്ത് നോക്കിയൊക്കെ. ലിവറിൻ്റെ ഉള്ളിൽ ഈ ടോക്സിൻ മുഴുവൻ ഇങ്ങനെ ഏറ്റി നടക്കാമെന്ന് വിചാരിച്ച ഒരു ജീവി എന്തപ്പോൾ ഇത്ര എളുപ്പമുള്ള കാര്യം? ഇതെങ്ങനെ ജീവിക്കണ്? ടോക്സിൻ മുഴുവൻ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ആ ജീവി ചത്തുപോവില്ലേ? ആ ജീവി എങ്ങനെ സസ്റ്റെയിൻ ചെയ്യണ്? അപ്പോൾ അതിൻ്റെ മാംസത്തിലുള്ള എല്ലാ ടോക്സിൻസിനും കൃത്യമായിട്ട് റിമൂവ് ചെയ്യാനായിട്ട് പന്നിക്കൊരു സിസ്റ്റം ഉണ്ട്. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. നിങ്ങൾ വേറൊരു തട്ടിപ്പിനെ പോയിട്ട് ഇന്നെ പോലെയുള്ള ഒരാളെ നോക്കിയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് നോക്കണ്ട ഞാൻ എന്താ പറയണേ എന്നുള്ളത്. അടിച്ചു നോക്കുക, സ്വെറ്റ് ഗ്ലാൻസിലൂടെയാണോ? അല്ല. ബീഫിന് സ്വെറ്റ് ഗ്ലാൻസ് ഉണ്ടോ എന്ന് അടിച്ചു നോക്കുക. ആ കറക്റ്റാ, കിട്ടി. ബീഫിന് സ്വെറ്റ് ഗ്ലാൻസ് ഉണ്ട്. അപ്പോൾ ശരിയാണല്ലോ അല്ലേ? പന്നിക്ക് സ്വെറ്റ് ഗ്ലാൻസ് ഇല്ല, ബീഫിന് സ്വെറ്റ് ഗ്ലാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കണ്ടേ ചിക്കന് സ്വെറ്റ് ഗ്ലാൻസ് ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നമ്മൾ അടിച്ചു നോക്കുക വേറെ എന്തൊക്കെ മൃഗങ്ങൾക്കാണ് നമ്മൾ കഴിക്കുന്നതിൽ സ്വെറ്റ് ഗ്ലാൻസ് ഇല്ലാത്തത് എന്ന് നോക്കുക. ചിക്കന് സ്വെറ്റ് ഗ്ലാൻസ് ഇല്ല, മീനിന് സ്വെറ്റ് ഗ്ലാൻസ് ഇല്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ടോക്സിൻ എങ്ങനെയാണ് റിമൂവ് ചെയ്യണത്? നിങ്ങൾ ചിക്കൻ തിന്നണില്ലേ? അതെന്താ പറയാത്തത് അല്ലേ? അങ്ങനെ ചോദിക്കാമല്ലോ നമുക്കൊരു ചോദ്യം. അതെന്താ ചിക്കൻ നമുക്ക് തിന്നണം, പന്നി കഴിക്കരുത്? അപ്പോൾ പന്നീനെ നമ്മൾ പടയ്ക്കുക. ചിക്കന് സ്വെറ്റ് ഗ്ലാൻസ് ഇല്ല, നോക്കിയൊക്കെയോ സെയിം അവസ്ഥയാണ്. മീനിനില്ല സ്വെറ്റ് ഗ്ലാൻസ്. സ്വെറ്റ് ഗ്ലാൻസ് എന്തിനുള്ളതാണ്? അത് അടുത്ത് അടിച്ച് നോക്കണം. അപ്പോൾ നമുക്ക് എന്തിനാണ്? നമ്മുടെ ശരീരത്തിലെ ഊഷ്മാവ് ടെമ്പറേച്ചർ കൂടുകയും കുറയും ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഇത് ചെയ്യണേ. നിങ്ങൾക്ക് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിലെ വെള്ളം കുറച്ച് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ സ്കിന്നിൻ്റെ സർഫസിലുള്ള ചൂടിനെ അങ്ങോട്ട് കുറയ്ക്കുക. അതാ ചെയ്യണേ. അപ്പോൾ നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ എപ്പോഴും 37 മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ആ വരുന്ന സമയത്ത് അതിൽ കുറച്ച് മിനറൽസ് ഉണ്ടാവാനോ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടാവാനോ സാധ്യതയുണ്ട്. അത് നിങ്ങൾ നക്കി വെക്കുന്ന സമയത്ത് ചെറിയ ഉപ്പുരസം ഉണ്ടാവും. പുള്ളിയുടെ വിചാരം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഉപ്പുരസം ടോക്സിനാന്നാ. മനസ്സിലായില്ലേ? ഇങ്ങനെയാ നോക്കുക. ഇത് വേറെ ആരെയും വിളിച്ചു വെച്ചപ്പോൾ എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് കിട്ടുക, അതിൽ കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്തായി നമ്മൾ ഓരോ പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും സ്വെറ്റ് ഗ്ലാൻസ് ഉള്ള ജീവികൾ, മറ്റേത് മറിച്ചത്, ടോക്സിൻ റിമൂവൽ എവിടെ നിന്നാണ് നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ആ സംഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി വിയർക്കാറുമില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ ടോക്സിൻസ് ഇതിന്റെ ഉള്ളിൽ തന്നെ കിടക്കും. അപ്പൊ നിങ്ങൾ ഈ പന്നിയെ കഴിക്കുന്ന സമയത്ത് ഈ ടോക്സിൻസ് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ശരീരത്തിലേക്കും പോകും. അപ്പോൾ പന്നിക്ക് സ്വെറ്റ് ഗ്ലാൻസ് ഇല്ലാത്തതാണ് പന്നീൻ്റെ ഉള്ളിൽ മുഴുവൻ കിടക്കണം. നമ്മളിത് തിന്നണ നേരത്ത് ടോക്സിൻസ് മുഴുവൻ നമ്മുടെ അകത്തേക്ക് പോകും. പുള്ളി വിചാരിച്ചിട്ടുള്ളത് ടോക്സിൻസ് ഒന്നും പോകാണ്ട് നടക്കുന്ന ആൾക്കാരെ നമ്മളിന്നാ മുറ്റത്തേക്ക് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ടോക്സിൻ പോക്ക് തുടങ്ങുകയാണ് നമ്മുടെ മൂക്കിക്കൂടി വായക്കൂടി. മനസ്സിലായില്ലേ? കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന വലിയൊരു ടോക്സിൻ നമ്മുടെ പുറത്തുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ബോഡി കറക്റ്റായിട്ട് റിമൂവ് ചെയ്യേണ്ടത്. 4 ടോക്സിൻ പോയാലും നമ്മുടെ ബോഡിക്ക് കഴിവുണ്ട് ടോക്സിൻ റിമൂവ് ചെയ്യാനായിട്ടേ. നമ്മുടെ വയറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഓർക്കുക, ഇതൊക്കെ ആലോചിക്കുക. പന്നിയുടെ ശരീരത്തിൽ സാധാരണ മൃഗങ്ങളെക്കാളും കൂടുതലായിട്ടാണ് പാരസൈറ്റ്സ് ഉള്ളത്. ഇതിൽ ചില പാരസൈറ്റ്സ് നിങ്ങളുടെ ശരീരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സീഷേഴ്സ് ആൻഡ് ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് നിങ്ങൾക്ക് വന്നേക്കാം. പന്നിയിൽ കണ്ടുവരുന്ന ഒരു പാരസൈറ്റ് ആണ് ടോക്സോപ്ലാസ്മ ഗോണ്ടി. ഇത് ഉള്ളിൽ ചെന്നാൽ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ മിസ്കാരേജോ അല്ലെങ്കിൽ ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് ബർത്ത് ഡിഫക്ട്സോ വന്നേക്കാമെന്നാണ് സയൻസ് പറയുന്നത്. പന്നിയുടെ ശരീരത്തിൽ ഒരുപാട് പാരസൈറ്റ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതിൽ മെയിനായിട്ട് പുള്ളി പറഞ്ഞ പാരസൈറ്റിൻ്റെ പേര് ടോക്സോപ്ലാസ്മോ ഗോണ്ടിയൈ. ടോക്സോപ്ലാസ്മോ ഗോണ്ടിയൈനെ കുറിച്ചിട്ട് കേരളത്തിൽ ഇത്രയും വലിയൊരു വീഡിയോ ചെയ്തിട്ടുള്ള വേറൊരാളില്ല, ഞാനാ. എൻ്റെ ഒരു സൂപ്പർ വീഡിയോ ഉണ്ട്. ഞാൻ ഇതിൻ്റെ എവിടെയെങ്കിലും ഒരു ലിങ്ക് കൊടുക്കാട്ടാ. ഇപ്പോൾ പോയിട്ട് കാണണ്ടാ, ഇത് അവസാനം പോയിട്ട് കണ്ടാൽ മതി. ഞാൻ അവസാനം ഇത് കൊടുക്കാം. ടോക്സോപ്ലാസ്മോ ഗോണ്ടിയൈ
ഉണ്ട്, പാരസൈറ്റ്സ് ഉണ്ട്. ശരിയാണ്, പന്നിയുടെ ശരീരത്തിൽ പാരസൈറ്റ്സ് അല്ലാണ്ട് നമ്മുടെ ശരീരത്തിലും ആയിരക്കണക്കിന് പാരസൈറ്റ്സ് ഉണ്ട്, ബീഫിലും ഉണ്ട്, ഇതിലും ഉണ്ട്. ഇതൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ചത്തോളും. അതിലേക്ക് പുള്ളി അടുത്തത് പോകുന്നുണ്ട്. ഓക്കെ, ഇനി ഇപ്പം നമുക്ക് ഇങ്ങനെ സംശയം പോകുന്നു, പന്നിയുടെ ശരീരത്തിൽ പാരസൈറ്റ് ഉണ്ടല്ലോ, നമ്മൾ ഗൂഗിൾ ചെയ്ത്. നമ്മളെങ്ങനെ ഗൂഗിൾ ചെയ്യുക? പന്നിയുടെ ശരീരത്തിൽ പാരസൈറ്റ് ഉണ്ടോ? പാരസൈറ്റ് ഉണ്ട്. ഡോബേ പേടിച്ചു. നമ്മൾ പാരസൈറ്റ് ഇത് കേൾക്കുമ്പോഴേക്കും നമ്മൾ പേടിച്ചു ഇല്ലേ? നമ്മളപ്പോൾ തന്നെ അത് ശരിയാട്ടാ, പന്നിയുടെ ശരീരത്തിൽ പാരസൈറ്റ് ഉണ്ട്, ഇനി തൊടണ്ട. ചിക്കൻ്റെ ശരീരത്തിൽ പാരസൈറ്റ് ഉണ്ടോ എന്നൊന്നും നോക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ നോക്കണം നമ്മൾ. ചിക്കൻ്റെ ശരീരത്തിനുള്ളിൽ പാരസൈറ്റ് ഉണ്ടോ, പച്ചക്കറികൾക്കുള്ളിൽ പാരസൈറ്റ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. അപ്പം എന്ത് കിട്ടും? പച്ചക്കറികൾക്കുള്ളിൽ പാരസൈറ്റ് ഉണ്ട്, ചിക്കൻ്റെ ഉള്ളിൽ പാരസൈറ്റ് ഉണ്ട്, നമ്മുടെ കൃമിയിലൊക്കെ പാരസൈറ്റ് ഉണ്ട്. നമ്മൾ ജിമ്മിൽ പോകണോടത്തുനിന്നൊക്കെ പാരസൈറ്റ് നിങ്ങളുടെ ശരീരത്തിൽ കയറുന്നുണ്ട് ഇല്ലേ? കണ്ടിട്ടില്ലേ? ജിമ്മിൽ പോകണില്ലേ? നമ്മൾ ഷെയ്ക്കിൻ്റെ കൊടുക്കണില്ലേ? ഇവിടെ ഒക്കെ പാരസൈറ്റ് ഉണ്ട്. അപ്പോൾ മനുഷ്യൻ തൊടുന്ന എവിടെയൊക്കെ പാരസൈറ്റ് ഉണ്ട് എന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം. അപ്പോൾ അവിടെയൊക്കെ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ മറ്റേ പച്ച കിണർ എന്താ പച്ച ഒരു പുള്ളി ഉണ്ടല്ലോ ഫുള്ള് സാനിറ്റൈസ് ചെയ്ത് ഇതുപോലെ നമ്മൾ മേലെ കൂടെ സാനിറ്റൈസർ ഉപയോഗിച്ചിട്ട് നടക്കണം ഫുൾ ടൈം. വായലിക്കും കുറച്ച് ഒരു 4 കപ്പ് സാനിറ്റൈസർ വെച്ച് കുടിക്കേണ്ടി വരും. നമ്മളിതിലൊക്കെ സർവൈവ് ചെയ്തോരാ. ഇത് പോകുമ്പോൾ ഈ സാധനം പോവുകയും ചെയ്യും. ഇനി ടോക്സോപ്ലാസ്മ ഗോണ്ടിയായി പന്നിക്കകത്തുണ്ടോ? അപ്പോൾ നമ്മൾ ഗൂഗിൾ ചെയ്തു ടോക്സോപ്ലാസ്മ ഗോണ്ടിയായി പന്നിക്കകത്തുണ്ടോ? ഉത്തരം കിട്ടി, ടോക്സോപ്ലാസ്മ ഗോണ്ടിയായി പന്നിക്കകത്തുണ്ട്. നമ്മൾ അയ്യോ പേടിച്ചു, നമ്മൾ പേടിച്ചു ഇല്ലേ? ഓളുടെയൊക്കെ പേടിച്ച് മരിക്കണം അവിടെ. ഞാനുണ്ട്. ടോക്സോപ്ലാസ്മ ഗോണ്ടിയായി എൻ്റെ കണ്ണിൻ്റെ അകത്തുണ്ട്. ലോകത്തിൽ ഏതാണ്ട് 50% ആളുകളിലുള്ള ഒരു സാധനമാണ് ടോക്സോപ്ലാസ്മ ഗോണ്ടിയായി. അത് നമുക്ക് കണ്ണിൽ വന്നു കഴിഞ്ഞാൽ ചെറിയ പ്രശ്നമുണ്ട്. എൻ്റെ കണ്ണിൽ വന്നതിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ടോക്സോപ്ലാസ്മ ഗോണ്ടിയായി എവിടെയാണ് ഉണ്ടാവണേന്നും കൂടി നോക്കണോ? അപ്പോൾ എവിടെ കാണാൻ പറ്റും? പന്നിയിൽ മാത്രമാണോ എന്നും കൂടി സെർച്ച് ചെയ്യണം. നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ കാണാൻ പറ്റും ടോക്സോപ്ലാസ്മ ഗോണ്ടിയായി പൂച്ചയ്ക്കകത്താണ് വരുന്നത്. പൂച്ചയാണ് ഇതിൻ്റെ മെയിൻ വാഹകൻ. അപ്പോൾ പൂച്ച ഇൻഫെക്ഷൻ ആവാൻ സമയത്ത് പൂച്ചയുടെ കാട്ടത്തിലൂടെ ഇത് പുറത്തേക്ക് വരും. ഇപ്പം നിലത്തും മണ്ണിലൊക്കെ കിടക്കും. അവിടെ മഴ പെയ്യാം. മഴ പെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഈ സാധനം ഉരുണ്ടിട്ട് എവിടേക്ക് പോവും? പച്ചവെള്ളത്തിലേക്ക് പോവും. നമ്മുടെ കിണറ്റ് വെള്ളത്തിലേക്കൊക്കെ എൻ്റർ ചെയ്യും. നമ്മൾ കൈ തൊടണോടത്തും മീൻ നന്നാക്കണോടത്തൊക്കെ ടോക്സോപ്ലാസ്മയുടെ സാധനം ഉണ്ടാക്കി നമ്മുടെ മീൻ നന്നാക്കണേ തൊട്ടപ്പുറത്ത് പൂച്ച ഇരിക്കുന്നുണ്ടാവും. ഈ പൂച്ച തീട്ടത്തുനിന്നായിരിക്കും വന്നിട്ടുണ്ടാവുക. അതിനൊന്നും ഇങ്ങനെ ആക്കിയിട്ടുണ്ടാവും. നമ്മുടെ കൈമയായിട്ടുണ്ടാവും. നമ്മുടെ വായലിലേക്ക് അത് പോവും. കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടോക്സോപ്ലാസ്മ ചത്തോളും. പേടിക്കണ്ട, ചൂടിന് അവന് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പൂച്ചയുടെ ഉള്ളിൽ നിന്ന് വരുന്ന സാധനത്തിന് പന്നീരെ മുകളിലേക്ക് കെട്ടിവെച്ചു. ഇപ്പോൾ അതുണ്ടായത്. ബീഫിനകത്ത് ടോക്സോപ്ലാസ്മ ഉണ്ട്. നിങ്ങളുടെ ശരീരത്തിലൊക്കെ ടോക്സോപ്ലാസ്മ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൽ ഇഷ്ടം മടിയായി സാധനം, ചില്ലറയൊന്നുമല്ല. ഇത് ആക്റ്റീവായ സമയത്ത് എൻ്റെ കണ്ണിലുണ്ട് കേട്ടോ. ഞാനൊരു വീഡിയോ ഇട്ടുണ്ട്, നിങ്ങൾ പറ്റുവാണെങ്കിൽ പോയി ചെന്ന് നോക്കണം. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ ഗൂഗിൾ ചെയ്യാൻ. അപ്പോൾ ടോക്സോപ്ലാസ്മ എവിടെയൊക്കെ വന്നിട്ടുള്ള എന്തൊക്കെയാണ് ഉണ്ടാവാനുള്ള കാരണം എന്നുള്ളതിൽ പ്രിഡോമിനൻ്റിൽ കിടക്കുന്ന സാധനമാണ് പൂച്ച. നമ്മൾ പൂച്ചനെ തല്ലി കൊല്ലണം അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ. അപ്പോൾ ആ ഒരു സാധനം പന്നീരെ മുകളിൽ കെട്ടി വയ്ക്കരുത്. ബീഫിനകത്തുണ്ട്. പച്ചക്കറികളിലായ പച്ചക്കറിയിൽ മുഴുവൻ ടോക്സോപ്ലാസ്മ ഉണ്ട്. നിങ്ങൾ നോക്കിക്കോ. ഞാൻ സ്ട്രോബെറി കഴിച്ചിട്ട് ടോക്സോപ്ലാസ്മ വന്നാളെ എൻ്റെ കണ്ണിനകത്ത്. ഇനിയിപ്പോൾ അതിനേക്കാളും വലിയൊരു തെളിവ് പറയാനില്ലോ. ഇനി ഞാൻ പറയണത് വേണമെങ്കിൽ നുണയാന്നിട്ട് നിങ്ങൾ എടുത്തോട്ടാ. അപ്പോൾ ടോക്സോപ്ലാസ്മ എന്ന് പറയുമ്പോൾ ടോക്സോപ്ലാസ്മേനെ ഗൂഗിൾ ചെയ്യുക. ഇങ്ങനെയുണ്ട് ഗൂഗിൾ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ശ്രദ്ധിച്ചോളൂ നിങ്ങൾ. ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. നൗ ക്യാൻ യു പോസ്റ്റ് ദിസ് പ്ലീസ്? എല്ലാത്തിനും ഞാൻ മറുപടി പറയണേ. ഇത്ര ടെമ്പറേച്ചറിൽ പന്നിയെ വേവിച്ചു കഴിഞ്ഞാൽ പാരസൈറ്റ്സ് ഒക്കെ ചത്തോളും എന്ന് പറയാൻ പറ്റിയ ഒരു ഗ്യാരണ്ടി ടെമ്പറേച്ചർ ഇതുവരെ സയന്റിസ്റ്റുകളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഇതുകൊണ്ട് തന്നെ നല്ലപോലെ വേവിച്ചു കഴിഞ്ഞാൽ ഇതിലുള്ള കീടനാശികളൊക്കെ നശിക്കും, പാരസൈറ്റ്സ് ഒക്കെ പോവും എന്നുള്ളത്. കീടനാശിനി നശിക്കുന്നു. പോർക്കിറച്ചി ഇത്ര ടെമ്പറേച്ചറിൽ വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനത്തിൻ്റെ പാരസൈറ്റും മറ്റുള്ള സാധനങ്ങളും പാത്തജൻസ് ഒന്നും ചത്തു പോകണമെന്ന് ഉള്ളതിൻ്റെ കണക്കിൽ ഒരു സയൻസ് ഇല്ല എന്നാണ് പറയുന്നത് പുള്ളി. എന്താ ഈ പറയണത്? ഓരോ സാധനവും കുക്ക് ചെയ്യുന്നതിന് കറക്റ്റ് ടെമ്പറേച്ചർ ഉണ്ട്. പോർക്ക് നിങ്ങൾ സ്റ്റേക്കായിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ 74 ഡിഗ്രി സെൻറ്റിഗ്രേഡിന് മുകളിൽ നിങ്ങൾ കുക്ക് ചെയ്താൽ ഇറ്റ് ഈസ് സേഫ് ടു ഈറ്റ്. ഇൻറ്റേർണൽ ടെമ്പറേച്ചർ 74 ഡിഗ്രീസ്. നമ്മൾ 100-130 ഡിഗ്രിയാണ് കുക്ക് ചെയ്യണത്. നിങ്ങൾ ആരാ പോർക്കിൻ്റെ സ്റ്റേക്ക് അടിച്ച് കഴിക്കണവർ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഗൂഗിൾ ചെയ്ത് നോക്കണം അതുണ്ടോ ഇല്ലയെന്ന്. വെറുതെ പറയാണ്. എവിടെ നിന്നാണ് ഈ ഇൻഫർമേഷൻസ് ഒക്കെ എടുത്ത് കൊണ്ടുവരണേന്ന് ഒരു ഐഡിയ ഇല്ല. ഒന്ന് ഇതൊക്കെ പറയുമ്പോൾ ഈ മെസ്സേജ് എനിക്ക് അയച്ച ആൾക്കാർ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക ഇങ്ങനെ ഒരു ടെമ്പറേച്ചർ ഉണ്ടോയെന്ന്. പോർക്കിൻ്റെ മേലുള്ള കീടനാശിനി പോർക്കെന്താ സൂര്യകാന്തി പോവാ കീടനാശിനി അടിച്ച് വലുതാക്കാനായിട്ട്? എന്താ ഈ പറഞ്ഞത്? അക്ഷരപിശാച് വന്നിട്ടുള്ളതാണ്. എന്താണെങ്കിലും ഈ വേടൊക്കെ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഒരാൾ വന്നിട്ട് 1 മിനിറ്റിൽ ഇങ്ങനെ തള്ളി മറയ്ക്കണ സമയത്ത് എന്താണ് ഈ തള്ളണേന്നുള്ളത്. ഒരു കീടനാശിനി പോർക്കിൻ്റെ മേലില്ല കേട്ടാ. ഇപ്പോൾ പോർക്ക് ചെടിയല്ല ഒന്ന് കീടനാശിനി അടിച്ച് വളർത്താനായിട്ട്. ഇനി പാരസൈറ്റ് നമ്മൾ വേവിച്ചിട്ടുള്ള പോർക്കിനകത്ത് ഒരു പാരസൈറ്റും ഇല്ല. ഇനി അത് അവിടെ ഇരുന്നിട്ട് കണ്ടാമിനേറ്റഡ് ആയെങ്കിലേ ഉള്ളൂ. സേഫായിട്ട് ശാസ്ത്രം പറഞ്ഞ ടെമ്പറേച്ചർ കൃത്യമായിട്ട് ഗൂഗിളിൽ എടുക്കുന്നുണ്ട്. യു ഗൂഗിൾ ഇറ്റ് ആൻഡ് യു വിൽ ഗെറ്റ് ഇറ്റ്. നോ വറീസ്.
റീസൺ നമ്പർ 4, പന്നി യൂഷ്വലി കഴിക്കുന്നത് കംപ്ലീറ്റ് വേസ്റ്റ് ആണ്. ചില സമയങ്ങളിൽ അത് അതിന്റെ വിസർജ്യം തന്നെ കഴിക്കാറുണ്ട്. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, യു ആർ വാട്ട് യു ഈറ്റ്. നിങ്ങൾ എന്താണോ കഴിക്കുന്നത് അതാണ് നിങ്ങൾ. ഈ ദൂഷ്യങ്ങളൊക്കെ നിങ്ങളിലേക്കും എത്തും. അടുത്തത് പന്നി കഴിക്കുന്നത് വിസർജ്യമാണോ എന്നാണ്. ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. എങ്ങനെയാണ് നമ്മൾ ഗൂഗിൾ ചെയ്യുക അല്ലേ? നമ്മൾ ഗൂഗിൾ ചെയ്യുക പന്നി വിസർജ്യം കഴിക്കുക, ഉത്തരം കിട്ടി. യെസ്, പന്നി വിസർജ്യം കഴിക്കും. നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ വളർത്തുന്ന പന്നി മുഴുവൻ വിസർജ്യം തിന്നിട്ടാണോ ജീവിക്കണേന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ആണോ തീട്ടാണോ കൊണ്ടുകൊടുക്കണേ? പന്നിക്ക് തീട്ടം കൊടുത്താൽ പന്നി തീട്ടം തിന്നും. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ഗൂഗിളിൽ നോക്കണം. എങ്ങനെയാണ് നോക്കണ്ടേ? പന്നി തീട്ടം മാത്രമാണോ തിന്നണേ? നോ. ഇനി പന്നിയുടെ കാട്ടം തിന്നുന്നതാണ്. പന്നിയുടെ കാട്ടൊന്നും തിന്നില്ല. നിങ്ങൾ നമ്മുടെ നാട്ടിലെ എപ്പോഴെങ്കിലും സമയം കിട്ടുന്ന സമയത്ത് പന്നി ഫാമിൽ ചെന്ന് നോക്കണം. അവിടെ ചെന്ന് നോക്കി പന്നി അവിടെ തൂറിയിട്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ അപ്പുറത്ത് തീറ്റ കൊടുത്തിട്ടുണ്ടായിരിക്കും, അതിൽ തന്നെയായിരിക്കും. അപ്പോൾ അതിന് പന്നി തൂറിയിട്ടത് മാത്രം തിന്നുകൊണ്ട് നടക്കില്ല. നിങ്ങൾ നോക്കിക്കോ, ഗതി 5 മുട്ടകളെ തീട്ടുന്നില്ല, ആ മനുഷ്യനും തിന്നും. ഞാൻ പന്നി ഫാം വിസിറ്റ് ചെയ്യുന്ന ആളാണ്. അവിടെ പന്നി തൂറിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തീറ്റ പോലും കൊടുക്കില്ല. അവരെന്താ ചെയ്യുക? പന്നി തൂറിയിട്ടുള്ളത് എന്ത് ചെയ്യും? അവിടെ ഇട്ടതിന് ശേഷം 3 മണിക്ക് അവർ വന്ന് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഫ്രണ്ടിലെ തൊട്ടിയിൽ ഫുഡ് ഇട്ട് കൊടുക്കുന്നത്. തിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പന്നി തൂറും. അപ്പോൾ അതൊക്കെ അവിടെ സ്പ്രെഡ് ആയിട്ടുണ്ടാവും കുറേശ്ശെ. അതൊക്കെ അതിൻ്റെ വയറ്റിലേക്ക് ചെല്ലും. കോഴി എന്തുട്ടാ തിന്നണെന്ന് അപ്പം നോക്കണ്ടേ നമ്മൾ? ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, കോഴിയിൽ നിന്ന് തീട്ടം കഴിഞ്ഞാൽ ഞങ്ങൾ കോഴിക്ക് തീട്ടം കൊടുത്തു നോക്കിയൊക്കെ. ഞാൻ ഈ കഥ മുന്നേ പറഞ്ഞിട്ടുള്ള കോഴി തീട്ടം തിന്നില്ലേ? ഈ കോഴിയുടെ ഫാമിൽ എന്തുകൊണ്ട്? കോഴി ഫാമിലൊക്കെ ചെന്ന് നോക്കിയാൽ കോഴി തീട്ടം കുത്തിപ്പറിച്ച് കഴിക്കുന്നത് ഞാൻ പണ്ട് കണ്ടിട്ടുള്ള. ഈ കോഴികൾ സ്ഥിരമായിട്ട് നമ്മൾ ഭക്ഷണം കൊടുത്താൽ നിങ്ങൾ ഈ തീട്ടം ഉണങ്ങി കിടക്കുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ഹാഫ് ഡ്രൈ ആകുമ്പോൾ മൂലം കുത്തിപ്പറിച്ച് തിരുന്നത് കാണാം. എന്തിനാണെന്ന് ഞാനിങ്ങനെ ചോദിച്ചു, എന്തിനും ഇതൊക്കെ കുത്തിപ്പറിച്ച് അവിടെ ഭക്ഷണം വെച്ചാലും ചിലപ്പം ഭക്ഷണത്തിൽ കയറിയുമ്പോൾ ദൂരം ഈ കാട്ടിച്ചിടിയും കോഴികൾ, എന്നിട്ട് അത് കുത്തിപ്പറിച്ച് തിന്നും. എപ്പോഴും ഞാൻ കണ്ടു. ഫാമിലല്ല, വീട്ടിൽ കോഴി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ചെറുപ്പത്തിലൊക്കെ കണ്ടിട്ട് കോഴിക്ക് തീറ്റ കൊടുക്കും. ഇവനെന്നെ ഇങ്ങനെ കാണിക്കുന്നതൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. കോഴിയുടെ തീട്ടം തന്നെയല്ലേ? കോഴിക്കാട്ടത്തിൻ്റെ അപ്പുറത്തേക്ക് മറ്റേ പാത്രം വെച്ചിട്ട് ഡിന്നർ പ്ലേറ്റിൽ ഇരുന്നാ കോഴി ഭക്ഷണം കഴിക്കുന്നത് അല്ല. അതിൻ്റെ ഉള്ളിലുള്ള ചോളവും സാധനവും തീട്ടവും കൃത്യമായി കോഴി കൃത്യമായിട്ട് തീട്ടവും കല്ലൊക്കെ കൊത്തി തിന്നും. എന്നാലേ കോഴിയുടെ ഈ സുനാപ്പിക്കേഷൻ്റെ ഉള്ളിൽ കക്കാം. കല്ലെന്ന് പറഞ്ഞപ്പോഴേ കോഴി കല്ലും പിന്നെ റബ്ബർ ബാൻഡ്, ഇവന്മാർ റബ്ബർ ബാൻഡ് കുത്തിപ്പറിച്ച് തിന്നുന്നു. ഞാൻ സ്ഥിരം കണ്ടിട്ടുള്ളതാണ് ചെറുപ്പത്തിലൊക്കെ. എന്നിട്ട് കാഷ്ടിച്ചിടുമ്പോൾ കാഷ്ടത്തിൻ്റെ അകത്ത് റബ്ബർ ബാൻഡ് കിടക്കുന്നത് കാണാം. മീറ്റത്തൊക്കെ കിടക്കുമ്പോൾ സ്ഥിരം റബ്ബർ ബാൻഡ് കണ്ടാൽ അപ്പോളെ കുത്തിപ്പറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് കോഴികൾ കൊണ്ടുവന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഫാമിലല്ല, വീട്ടിൽ കണ്ടിട്ടുണ്ട്. ഫാമിലിയിൽ റബ്ബർ ബാൻഡ് ഉണ്ടായിരുന്നു. വീട്ടിലാകുമ്പോൾ മീറ്റത്തൊക്കെ കിടക്കുമല്ലോ. ഞാൻ ചെറുപ്പകാലത്തെ പറഞ്ഞു കേട്ടോ. ഇപ്പം അങ്ങനെ ഞാൻ വീട്ടിൽ വളർത്തിപ്പം കുറവാണ്. പിന്നെ ഗ്രാമങ്ങളിലൊക്കെ കാണുമായിരിക്കും, വീട്ടിലുണ്ട്. നാട്ടിൻ പ്രദേശത്തൊക്കെ കോഴികളെ വളർത്തുന്നുണ്ട്. കുറവാണ്, പക്ഷെ ഉണ്ട്. പക്ഷേ ഈ റബ്ബർ ബാൻഡ് നോക്കിയാൽ മതി, റബ്ബർ ബാൻഡ് കുത്തിപ്പറിച്ചോട്ട് പോകും. അപ്പം നമുക്ക് എങ്ങനെ കോഴി തിന്നാൻ പറ്റും? അങ്ങനെയാണെന്ന് വെച്ചാൽ കോഴി തീട്ടം തിന്നുന്ന ജീവിയല്ലേ? കോഴി മനുഷ്യൻ്റെ തീട്ടം തിന്നും, കോഴിയുടെ തീട്ടം തിന്നും, പന്നി തീട്ടം തിന്നും, സകലമാണ് തീട്ടം തിന്നും കോഴി. ആ കോഴി നമുക്ക് കഴിക്കാനുള്ള അങ്ങനെ വേണം നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട്. നിങ്ങൾ നോക്കി കോഴി മാത്രം പശു തീട്ടം തിന്നണില്ലേ? പശു തീട്ടം തിന്നും. പശുവിൻ്റെ ചാണ പുല്ലിൻ്റെ മുകളിൽ നിറച്ച് ഈ പുല്ലിനൊക്കെ സൈഡിൽ കിടക്കുന്നൊക്കെ പുള്ളിയൊക്കെ നക്കിയെടുത്തോണ്ട് പോകുന്നത് കാണാം. ഞാൻ വന്നിട്ട് എന്തിനാണ് ഈ പുള്ളിക്ക് തീട്ടത്തിട്ടത്? മനുഷ്യൻ ചെറുപ്പകാലത്ത് കുഞ്ഞുങ്ങളൊക്കെ ചന്തി ഇട്ടിട്ട് കൈയെടുത്ത് മുഖത്തും വായിലൊക്കെ കുഞ്ഞിലെ നമ്മളെ ശ്രദ്ധ തെറ്റിയ കുഞ്ഞുങ്ങൾ അത് ചെയ്യാറുണ്ട്. തീരെ കുഞ്ഞുങ്ങളുടെ കാര്യമല്ല, അല്ലാതെ ബോധം വെച്ച കുഞ്ഞുങ്ങളുടെ കാര്യമല്ല, പിച്ച വെച്ച് നടക്കുന്ന കുഞ്ഞുങ്ങളല്ലേ. ജൈവവള കൃഷിക്കാരാ കിടക്കണില്ലേ? അതിൻ്റെ ഉള്ളിലെ പുല്ല് തന്നെയല്ലേ പശു തിന്നണ്? മൂത്രമല്ലേ അതിൻ്റെ മുകളിൽ ഒഴിച്ചെടുക്കണ്? ഗോമൂത്രം. ആ പുല്ല് തന്നെയല്ലേ പശു തിന്നണ്? അപ്പോൾ പശുവിൻ്റെ വേസ്റ്റ് തന്നെയല്ലേ തിന്നണ്? ആ പശുവിൻ്റെ നമ്മൾ തിന്നണില്ലേ? അത് പറ്റില്ല, ഞാൻ പശുവിൻ്റെ തിന്നണത്. ഇങ്ങനെ നമ്മൾ ആലോചിക്കണോ? ദിസ് ഈസ് ക്രിട്ടിക്കൽ തിങ്കിങ്. വൈ യു fellas always ask me? I got something else to do, brother. Don't be like that. No. സകലമാന ജീവി കുട്ടികൾ തീട്ടം തിന്നും. അത് ശരി, കുട്ടിയുടെ അത്ര പോലും ബുദ്ധിയില്ലാത്ത ജീവികളായി ജീവികൾ ഇല്ലേ? നമ്മളൊക്കെ ചെറുപ്പത്തിൽ സൗസർ ഇടാണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ പയറും കടലൊക്കെ തിന്നിട്ട് തിരിഞ്ഞ് തിന്നിട്ട് കുട്ടികൾ തീട്ടുന്നുണ്ട് കണ്ടിട്ടില്ലേ? ഞാനും തിന്നിട്ടുണ്ട് 2 കഷ്ണം. ഇല്ല, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നമ്മൾ ചാവേണ്ടായി തിന്ന വശം അത് വെച്ചിട്ട് നമ്മളെല്ലാം സുഖമാരി തിന്നണ്ടാ. ഞാൻ പറഞ്ഞു എന്നുള്ളൂ. പശു തീട്ടം തിന്നണ കാരണം പന്നി തീട്ടം തിന്നണ കാരണം പന്നിയുടെ അതേ സ്വഭാവം നമുക്ക് ഉണ്ടാവുന്ന പറഞ്ഞ്. അപ്പോൾ കോഴി തിന്നണ കാരണം നമ്മൾ എന്താവണം? കോഴിയാവണോ? കോഴിയുടെ സ്വഭാവം, കോഴി തീട്ടത്തിൻ്റെ സ്വഭാവമൊക്കെ നമ്മൾ കാണിക്കണം. കോഴി തിന്നല്ലേ തിന്നണ്? നമ്മളുടെ കാലും തന്നെ വെട്ടി വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കുക. ഇതൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൺമുന്നിൻ്റെ ഉള്ളിൽ കാണുന്നതാണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് തന്നെ ചോദിച്ചിട്ട് വേണം ഇത്തരത്തിലുള്ള വീഡിയോ. എന്നിട്ട് അടിയിൽ പോയിട്ട് കമൻറ്റ് ഇടണം. ഇതിപ്പോൾ എനിക്ക് വെറുതെ നിങ്ങളൊരു കണ്ടന്റ് ഉണ്ടാക്കി തരിക അല്ലേ ഗോൾഡ്? ദിസ് ഫെല്ലോ ഗോട്ട് സംതിങ് എൽസ് ടു ഡു ബ്രദർസ്. നോക്കട്ട്. റീസൺ നമ്പർ 5, പന്നിയിൽ അടങ്ങിയിട്ടുള്ള ഫാറ്റും കൊളസ്ട്രോളും മറ്റുള്ള മീറ്റിനേക്കാൾ വളരെ കൂടുതലാണ്. റെഗുലർ ആയിട്ട് പന്നി കഴിച്ചാൽ ഹൃദ്രോഗവും സ്ട്രോക്കും കാർഡിയോവാസ്കുലർ പ്രോബ്ലം.
അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്നിക്കകത്തുള്ള ഫാറ്റ് അല്ലെങ്കിൽ പന്നിയുടെ ഭക്ഷണത്തിൽ മറ്റുള്ള മീറ്റിനേക്കാളും കൂടുതൽ ഫാറ്റും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കാർഡിയോവാസ്കുലർ ഇഷ്യൂസിന് നമ്പർ 1 നിൽക്കുന്നത് പന്നിയാണോ എന്നാണ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. പന്നിയിറച്ചിയാണോ ബീഫിനേക്കാളും കാർഡിയോവാസ്കുലർ ഇഷ്യൂസ് ഉണ്ടാക്കണേന്ന് നോക്കിയേ. അല്ല അല്ല, നോക്കുമ്പോൾ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ബീഫ് ഹാസ് ഗോട്ട് മോർ സാച്ചുറേറ്റഡ് ഫാറ്റ് ദെൻ, സോ ഈ പന്നി ഈസ് ലിറ്റിൽ ബിറ്റ് ഹെൽത്തിയർ ദെൻ ബീഫ് ഇഫ് യു ചൂസ്. കാണാൻ പറ്റും, ഗൂഗിളിൽ നോക്കിയാൽ മതി, എല്ലാം ഉണ്ട് ഗൂഗിളിൽ. ഇപ്പോൾ ഗൂഗിളിൽ ഓണേ പറയണേന്ന് പറയും. ഇപ്പോൾ ഗൂഗിളിൽ ഗുണമുണ്ട്, മുകളിൽ ഇങ്ങനെ എല്ലാ ലിങ്കുകൾ ഉണ്ടായിരിക്കും, മെഡിക്കൽ സയൻസ് റെഫറൻസസ്. അല്ലെങ്കിൽ പെർപ്ലസിറ്റി എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതിൽ നോക്കുക. അതല്ല വെച്ചാൽ ചാറ്റ് ജി പി ടിയിൽ അടിച്ചിട്ട് നമ്മൾ ഗൂഗിളിലേക്ക് വന്നിട്ട് രണ്ടിനെയും ലിങ്ക് ചെയ്തിട്ട് നോക്കുക, കാണാൻ പറ്റും. ബീഫ് തൊട്ടാൻ പറ്റില്ല ആ കേസിലാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ ബീഫിൻ്റെ സ്റ്റേക്ക് എടുത്ത് നോക്കിയിട്ടുണ്ടാകും. ഈ ബീഫ് സ്റ്റേക്ക് ഇങ്ങനെ എടുത്ത് നോക്കണ സമയത്ത് അതിൻ്റെ മീറ്റുകൾക്കിടയിൽ ഫാറ്റ് ലെയർ കാണാൻ പറ്റും. ഇനി പന്നിയുടെ കട്ട്സ് എടുത്ത് നോക്കിയേ, ചിക്കൻ്റെ അതേപോലെ തന്നെ ഫാറ്റ് ഇല്ലാത്ത കട്ട്സാണ് പന്നിയുടെ ലീൻ കട്ട്സ് അല്ലെങ്കിൽ ഇറച്ചി വരുന്ന ഭാഗം. പ്രടിമച്ച് വൈറ്റ് മീറ്റ് തന്നെയാണ്. കാരണം പന്നിയുടെ പോർക്കിൻ്റെ ഈ ഫാറ്റ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് മാറിയിട്ടാണ് നിൽക്കുന്നത്. ബീഫിൻ്റെ പോലെ ഉള്ളിൽ കൂടെ കണക്റ്റഡ് അല്ല, നോ. അപ്പോൾ അളവ് കൂടുതൽ കഴിച്ചാൽ പോർക്ക് മാത്രമല്ല ബീഫും ചോറും ലാമ്പും മട്ടണും ഇതൊക്കെ നമുക്ക് പ്രശ്നമുള്ളതാണ്. ആദ്യം മനസ്സിലാക്കേണ്ടത് ഇന്ന് നമ്മൾ തിന്നുന്നതായിട്ടുള്ള ഒരു മൃഗവും ജീവികളും ഒന്നും തന്നെ ഇവിടെ ഒരു തമ്പരാനും കൊണ്ടുവന്ന് ഇറക്കിയിട്ടുള്ളതല്ല, നമ്മൾ പ്രകൃതി നിർദ്ധാരണത്തിലൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. ഒരു വൈൽഡ് അനിമൽസിന് നമ്മൾ ആരും ഇപ്പോൾ പ്രിഡോമിനൻ്റ്ലി കഴിക്കണില്ല. കാട്ട് പന്നിയെ എടുത്ത് മാറ്റി മറിച്ച് യോർക്ക്ഷയർ പന്നികളും കുർഷയർ പന്നികളൊക്കെ ആക്കിയിട്ടാണ് നമ്മൾ തിന്നണേ. ബ്രോയിലർ കോഴികളാണ്, ഇതൊന്നും ഇവിടെ ഉണ്ടായിരുന്നല്ല, നമ്മൾ ഉണ്ടാക്കിയതാ. തിന്നണ നെല്ല് പോലും ഇവിടെ ഉണ്ടായിരുന്നല്ല, നമ്മൾ ഉണ്ടാക്കിയതാ. മനുഷ്യനെ ഉണ്ടാക്കി മനുഷ്യൻ തിന്നാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഒരു അണ്ണനും കൊണ്ടുവന്ന് വിളമ്പിയിട്ടുള്ളതല്ല ഇവിടെ. നമ്മൾ കൃത്യമായിട്ട് മനുഷ്യന് തിന്നാൻ പറ്റിയ സാധനം എന്താണെന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് ഡിറൈവ് ചെയ്ത് ഇവിടം വരെ എത്തിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയൊരു അതോറിറ്റി ഉണ്ടെന്നുള്ള രീതിയിൽ കുറച്ച് ആൾക്കാർ മെസ്സേജ് അയക്കുകയാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു സാധനം അവതരിപ്പിക്കുമ്പോൾ കേൾക്കാനുള്ളൊരു രസം അല്ല, അങ്ങനെ ഒരു കാര്യം അറിയണോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ പറഞ്ഞ പോലെ എനിക്ക് ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് കിട്ടുകയും ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. ഇദ്ദേഹം പറഞ്ഞ കറക്റ്റാണ്. നമുക്ക് എല്ലാം മനുഷ്യനായിട്ട് ഉണ്ടാക്കിയത് തന്നെയാണ്, അല്ലാതെ ഒരു അണ്ണനെ കൊണ്ടത് കറക്റ്റാണ്. പക്ഷേ വിശ്വാസികൾക്ക് പ്രശ്നമാണ്. ഇന്ന മതം പറയും എൻ്റെ ആൾ കൊണ്ടുവന്നാണ്, എൻ്റെ ആളെ എല്ലാം തീരുമാനിച്ചത്, എൻ്റെ ആളെ എല്ലാം ഈ ഭൂമി നിർമ്മിച്ചത്, അവൻ്റെ ആളല്ല. അല്ലാതെ അവൻ്റെ ദൈവം, നിൻ്റെ ദൈവം, മറ്റവൻ്റെ ദൈവം, മറിച്ചവൻ്റെ ദൈവം എന്നൊരു സാധനം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഈ പൊട്ടന്മാരെ പോലെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം പറഞ്ഞ് സ്വയം ചെളിവാരി തൂക്കുവാണ്. അതാണ് കോമൺ സെൻസ് എന്ന് വെച്ച് നോക്കിയേ. പലപ്പോഴും പല ഘട്ടങ്ങളിലും നമ്മളെ സഹായിക്കുന്നത് ഒരു മതക്കാരനാണെന്നില്ല. അതൊക്കെ ജീവിതത്തിൽ സിറ്റുവേഷനുകൾ അനുഭവിക്കുമ്പോൾ, ഒരു വാറൊക്കെ വരുമ്പോൾ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ക്രൈസിസ് ഒക്കെ വരുമ്പോൾ നമുക്കത് മനസ്സിലാവുള്ളൂ. പ്രത്യേകിച്ച് ഒരു പണിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ എൻ്റെ മതം, അവൻ്റെ മതം, എൻ്റെ ദൈവം, അവൻ്റെ ദൈവം, എൻ്റെ ദൈവം ഇന്ന തിന്നരുതെന്ന് പറഞ്ഞാൽ അവൻ്റെ ദൈവം അങ്ങനെ തിന്ന് പറയുന്നത് ശരിയല്ല, എൻ്റെ ദൈവം പറഞ്ഞാണ് ശരി, എൻ്റെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞാൽ ഞങ്ങളുടെ ആൾക്കാരുള്ളൂ, നിൻ്റെ ദൈവത്തെക്കുറിച്ച് നിൻ്റെ ആൾക്കാരോ എന്നോട് പറയണ്ട. ഇമാരി LKG അങ്കലവാടിയിലും 1ാം ക്ലാസ്സിലൊക്കെ ഉള്ള പിള്ളേർ പറഞ്ഞാലേ എൻ്റെ അച്ഛൻ സൂപ്പർമാനാണ്, എൻ്റെ അച്ഛൻ സ്പൈഡർമാനാണ്, എൻ്റെ അച്ഛൻ പറക്കും, എൻ്റെ അച്ഛൻ കാറെ ചാടി പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, നിൻ്റെ അച്ഛനെ പോലെയല്ല, എൻ്റെ അച്ഛൻ ഇടിക്കാൻ കഴിവുണ്ട്, എൻ്റെ അച്ഛൻ ഇങ്ങനെ ഇടിച്ച് പപ്പടാക്കും എന്നൊക്കെ പറയുന്ന പോലെ നാണയില്ലേ? ഇത്രയ്ക്കും ബാലിശമായ ചിന്താഗതിയാണോ ഈ മതം പറഞ്ഞു നടക്കുന്നവരുടെ? ഞാനിതിലൊക്കെ സമയം ചെലവഴിക്കുന്ന ഒരാളാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളൊരാൾ ഇന്ന ഭക്ഷണം കഴിക്കേണ്ടത് നിർബന്ധമുള്ള ഒരാളൊന്നുമല്ല. ഇവിടെ ഞാൻ വീട്ടുകാരുടെ അടുത്ത് നിർബന്ധിക്കാറില്ല. പല ഭക്ഷണങ്ങൾക്കും പല ഗുണങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇഫ് യു ആർ ഫീലിംഗ് ഗുഡ് ഈറ്റിംഗ് സംതിങ്, ഈറ്റ് ദാറ്റ് ഫുഡ്. ദയവ് അതിലേക്ക് മതം കുത്തിക്കലർത്തരുത്. പുള്ളി പറഞ്ഞാൽ കറക്റ്റ്. നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കും. ചില ഫുഡിന് ഫാറ്റ് കൂടുതലായിരിക്കും, ചില ഫുഡിന് ഫാറ്റ് കുറവായിരിക്കും. പിന്നെ എന്ത് കഴിക്കണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. അതിനകത്ത് മതം കുത്തിക്കലർത്തണ്ട എന്ന് ഇദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ്. കാരണം നമ്മൾ തിന്നുന്ന മതമല്ലല്ലോ. ആണോ? നിങ്ങൾ തിന്നുന്ന മതമാണോ? ഞാൻ തിന്നുന്ന മതമല്ല. മതം ഇങ്ങനെ ഉരുട്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു ബോളം പോലെ ആക്കിയിട്ട് ഉരുട്ടി അണ്ണാക്കിലോട്ട് തള്ളി കയറ്റുമോ? അങ്ങനെ തെറ്റിയാൽ നിങ്ങളുടെ വിശപ്പ് മാറുമോ? അങ്ങനെ കയറ്റി തിന്നാൽ നിങ്ങളുടെ ആമാശയം ഹാപ്പി ആവുമോ?
അപ്പോൾ ആവുമെങ്കിൽ ചെയ്തു കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഇപ്പം മതം ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇങ്ങനെ കഴിച്ച് നിങ്ങളുടെ ആമാശത്തിൽ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു പ്രത്യേക അനുഭൂതി കിട്ടുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ്, നോ പ്രോബ്ലം. അപ്പോഴാണ് നമ്മൾ പഠിക്കുക. അതുകൊണ്ടൊരു വേറൊരു ഗുണം കൂടിയുണ്ട്. നമ്മുടെ ഡയറ്റ് എങ്ങനെ കൊണ്ടുപോകണം, നമുക്ക് എങ്ങനെ മെറ്റബോളിക്കലി ഹെൽത്തി ആക്കണം എന്നുള്ളത് നിങ്ങൾ ഒരു ലിങ്കിൽ നിന്ന് അങ്ങനെ നോക്കി പോകുമ്പോൾ കിട്ടും. വെറുതെ മടിയന്മാരായിട്ട് അതൊന്നും ചെയ്യാൻ സമയമില്ല എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മടിയത്തികളായിട്ട് ഇരിക്കരുത്. പ്ലീസ് കീപ്പ് ഓൺ ലുക്കിംഗ് ഇൻ ടു 1-to-1 നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റും. അതെല്ലാം ഒരാളോട് ചോദിച്ചിട്ട് ഉത്തരം കിട്ടുന്നതിനേക്കാളും ഉപരി നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ തലയിൽ കൃത്യമായിട്ട് അതിൻ്റെ ബയോളജിയും ഫിസിയോളജിയും പാത്തോളജിയും ബയോകെമിസ്ട്രിയും ഒക്കെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള 5 പോയിൻറ്റും അക്ഷരാർത്ഥത്തിൽ ജസ്റ്റ് എ ബ്ലണ്ടർ, നത്തിങ് എൽസ്. അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോ പോയിന്റിന് ഇടത്തോട്ടേക്കും വലത്തോട്ടേക്കും തിരിച്ചിട്ടിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കുക. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡാറ്റകളെല്ലാം അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പന്നി നിങ്ങൾ ദയവായിട്ട് കഴിച്ചോ, ഇഷ്ടമുള്ളതെങ്കിൽ കഴിച്ചോ. ഞാൻ പന്നി കുറച്ചേ കഴിക്കാറുള്ളൂ. ഞാൻ അതിൻ്റെ കൂടെ ഒരു കാര്യം പറയാം. എനിക്ക് പന്നി കഴിച്ച് കഴിഞ്ഞാൽ ഒരു അളവിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ 100-120 ഗ്രാമിന് മേലെ അടിച്ച് കഴിഞ്ഞാൽ കിളി പറക്കുൻ്റെ വയറൊക്കെ മട്ടിക്കും, ആ കമ്പിക്കും, അതിലെ ഫാറ്റിൻ്റെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സാധനമാണ് പന്നി എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് ബീഫ് വേണമെങ്കിൽ 200-250 ഗ്രാമോളം ബീഫ് എനിക്ക് കഴിക്കാൻ പറ്റും. പന്നി ഞാൻ പെട്ടെന്ന് സേഷ്യേറ്റിംഗ് ആയി പോണ ഒരു ഇതാണ്. അതേപോലെ തന്നെയാണ് ലാമ്പ്, പെട്ടെന്ന് മടുക്കണ ഒരു മീറ്റാണ്. സോ എനിക്ക് അത്രേ പറ്റുള്ളൂ, അപ്പോൾ അത്രേ കഴിക്കാറുള്ളൂ. അല്ലാണ്ട് വേറെ അത് കഴിച്ചുകൊണ്ട് എനിക്ക് ഇവിടെ തലകുത്തി മറയണ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ചില ഭക്ഷണങ്ങൾ നമുക്ക് പുള്ളിക്ക് പന്നിയും ആടും കുറച്ചേ കഴിക്കാൻ പറ്റുള്ളൂ. കൂടുതലായിട്ട് എനിക്കിപ്പം ഇന്ന ഭക്ഷണം ഇഷ്ടമാവുന്ന ഒരു പരിധി കൂടുതൽ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്. അത് ഞാൻ പൊതുവെ പന്നിയും കഴിക്കാറുണ്ട്, ബീഫും കഴിക്കാറുണ്ട്, മട്ടനും എല്ലാം കുറച്ചായിട്ട് കൂട്ടിയും കഴിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നുമില്ല. അതിൻ്റെ അതിപ്പം ഇന്ന മതം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, എൻ്റെ മതത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, അവൻ്റെ മതത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് തിന്നാൻ പറ്റില്ലല്ലോ. എനിക്കങ്ങനെ തിന്നാൻ അറിയത്തില്ല കേട്ടോ. അങ്ങനെ മതം പറഞ്ഞുകൊണ്ട് തിന്നു കഴിഞ്ഞാൽ എനിക്ക് ഇറങ്ങില്ല, ബുദ്ധിമുട്ടാണ്. ഞാൻ സാധാരണക്കാരനായ മനുഷ്യനായി, മതം ഉണ്ടാക്കിയ മനുഷ്യനല്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.